ഹലോ ഓൾ. അപ്പോൾ നമ്മൾ നമ്മുടെ 7th ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ട് ഇക്വിലിബ്രിയം അഥവാ സന്തുലിതാവസ്ഥ അല്ലെങ്കിൽ സന്തുലനാവസ്ഥ എന്ന് പറയുന്ന ഭാഗത്തിൻ്റെ ഡിസ്കഷനാണ്. ഇതിലെ കോർ പോയിന്റ്സ് മാത്രമാണ് പറയുന്നത്. നമ്മളിത് ഈ ഭാഗത്തിൻ്റെ പ്രത്യേകത ഇത് കോൺസെപ്ച്വലാണ്, പക്ക കോൺസെപ്ച്വലാണ്. അപ്പം നമ്മളത് ക്വസ്റ്റ്യൻസ് ഇരുന്ന് ചെയ്യുമ്പോൾ മാത്രമേ നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. തിയറി വൈസ് അറിയേണ്ട കാര്യങ്ങൾ ഇപ്പോഴേ പറയുകയാണെങ്കിൽ ഈ സാധനങ്ങൾ വെച്ച് മാത്രം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ കിട്ടില്ല. ഇത് പഠിക്കണം. തിയറിയിൽ നിന്ന് ഇങ്ങനത്തെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുക. പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ കോൺസെപ്റ്റ്സ് പക്ക കറക്റ്റായിട്ട് മനസ്സിലാവും. അതിന് കുറച്ച് ഹിൻറ്റുകൾ, കുറച്ച് ടിപ്സ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞു തരും ക്ലാസ്സിൽ നിന്നൊക്കെ. നമുക്കത് വേറൊരു വീഡിയോ ആയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാം. അപ്പോൾ ഇക്വിലിബ്രിയം പറയണമെങ്കിൽ ആദ്യം നമ്മൾ എന്താ അറിയണം? റിവേഴ്സിബിൾ റിയാക്ഷൻസും ഇറിവേഴ്സിബിൾ റിയാക്ഷൻസും അറിയണം. റിവേഴ്സിബിളും ഉണ്ട്, ഇറിവേഴ്സിബിളും ഉണ്ട്. അഥവാ ഉഭയദിശാ പ്രവർത്തനങ്ങളുണ്ട്, ഏകദിശാ പ്രവർത്തനങ്ങളുണ്ട്. ഒരു രാസപ്രവർത്തനം, ഒരു റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെടാ? റിയാക്റ്റൻ്റ് എന്തായിട്ട് മാറണം? പ്രൊഡക്റ്റായിട്ട് മാറണം. അഥവാ അഭികാരകങ്ങൾ എന്തായിട്ട് മാറണം? ഉൽപ്പന്നമായിട്ട് മാറണം അല്ലേ? സാധാരണ ഇതാണ് നടക്കുക. റിയാക്റ്റൻ്റ് പ്രൊഡക്റ്റ് ആവും അഥവാ അഭികാരങ്ങൾ ഉൽപ്പന്നമാവും. പക്ഷെ തിരിച്ച് അതേ സാഹചര്യത്തിൽ സൈമുൾട്ടേനിയസ്ലി അതേ സമയം എന്ത് ചെയ്യൂല? ഈ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഈ ഉൽപ്പന്നം തിരിച്ച് എന്താവില്ല? അഭികാരകം, റിയാക്റ്റൻ്റ് ആയിട്ട് മാറൂല. അപ്പോൾ ഇങ്ങനെ ഒരു ദിശയിലേക്ക് മാത്രം, ഒരു ഡയറക്ഷനിലേക്ക് മാത്രം ഏത് റിയാക്റ്റൻസ് എപ്പോഴും പ്രൊഡക്റ്റ് ആവും, അത് അഭികാരങ്ങൾ ഉൽപ്പന്നം ആയിക്കൊണ്ടിരിക്കുക. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇറിവേഴ്സിബിൾ റിയാക്ഷൻസ് അല്ലെങ്കിൽ ഏകദിശാ പ്രവർത്തനങ്ങൾ. ഓക്കെ അല്ലേ? അങ്ങനെ അല്ലാണ്ട് റിയാക്റ്റൻ്റ് എന്തായി മാറുന്നു? പ്രൊഡക്റ്റ് ആവുന്നു. അതേ സമയത്ത് തന്നെ പ്രൊഡക്റ്റ് തിരിച്ചു എന്തും ആവുന്നു? റിയാക്റ്റൻസും ആവുന്നു. അതായത് അഭികാരങ്ങൾ ഉൽപ്പന്നം ആവുന്നു, ഉൽപ്പന്നം തിരിച്ച് അഭികാരങ്ങളാവുന്നു. ഇത് രണ്ടും ഒരേ സമയം സൈമുൾട്ടേനിയസ്ലി നടക്കുകയാണ്, അതേ സാഹചര്യത്തിൽ നടക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള റിയാക്ഷൻസ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് റിവേഴ്സിബിൾ റിയാക്ഷൻസ് അഥവാ ഉഭയദിശാ പ്രവർത്തനങ്ങൾ. അപ്പോൾ ഒരു ഉഭയദിശാ പ്രവർത്തനത്തിൻ്റെ ഞാനൊരു ജനറൽ ഇക്വേഷൻ എഴുതി കാണിച്ചു തരാം. ഒരു ഉഭയദിശാ പ്രവർത്തനത്തിന് എക്സാമ്പിളാണ് ആരെന്ന് വിചാരിക്കുക? A + B gives AB. അപ്പം നമ്മൾ ഉഭയദിശാ പ്രവർത്തനത്തിൽ ആദ്യം അറിയേണ്ടത് നമ്മൾ ഗീവ്സ് നല്ല ഇടുക, നമ്മൾ റിവേഴ്സിബിൾ ആണ് ഇടുക അല്ലേ? നമ്മൾ നേരത്തെ നമ്മൾ കഴിഞ്ഞ ഭാഗം ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു നമ്മളിവിടെ എന്താ പറയുക? റിവേഴ്സിബിൾ. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെയാണ്, രണ്ട് ഹാഫ് ആരോ. ഈ ഹാഫ് ആരോസ് ഇങ്ങനെ തന്നെ ഇടണം കേട്ടോ. അതൊരു നമ്മൾ ഒരു എന്താ പറയുക, നമ്മൾ കാലങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഒരു സിമ്പിളാണ്. അപ്പോൾ അത് ഇങ്ങനെ ഇട്ടാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കരുത്. അത് കുഴപ്പമുള്ളതുകൊണ്ടാണല്ലോ അങ്ങനെ ഇടാത്തത്. അപ്പം നമ്മൾ അങ്ങനെ ഇട്ട് ശീലിക്കരുത്. അത് ഇങ്ങനെ തന്നെ ഇടണം. ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള സാധനം ഇങ്ങനെയാണ് കേട്ടോ. അങ്ങോട്ടുള്ളത് മേലേക്ക് ഒരു ഹാഫ് ആരോ, അങ്ങോട്ടുള്ളത് ഹാഫ് ആരോ താഴത്തേക്ക്. ഓക്കെ, ഇതെന്താ വായിക്കുക? റിവേഴ്സിബിൾ. ഓക്കെ, അപ്പോൾ A + B റിവേഴ്സിബിൾ AB എന്നാണ് ഇത് വായിക്കുക. ഇതിൽ രണ്ട് റിയാക്ഷൻസ് ഉണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് നടക്കുന്നതിന് നമ്മൾ ഫോർവേഡ് റിയാക്ഷൻ അഥവാ പുരോപ്രവർത്തനം എന്ന് പറയും. ഇങ്ങോട്ട് നടക്കുന്നതിന് നമ്മൾ ബാക്ക്വേർഡ് റിയാക്ഷൻ അഥവാ പശ്ചാത് പ്രവർത്തനം എന്ന് പറയും. ഓക്കെ, ഇനി നമുക്കിപ്പോൾ ഈ റിയാക്ഷൻ A + B gives റിവേഴ്സിബിൾ AB ഉണ്ടല്ലോ, ഇതിൽ പുരോപ്രവർത്തനം പശ്ചാത് പ്രവർത്തനം അഥവാ ഫോർവേഡും ബാക്ക്വേർഡും നമ്മളോട് എടുത്ത് എഴുതാൻ പറയണം. അപ്പോൾ ഫോർവേഡ് ബാക്ക്വേർഡ് നമ്മൾ എങ്ങനെ എടുത്ത് എഴുതാ പറയടാ? ഫോർവേഡ് അറിയുമ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നടക്കുന്നത് ഏതാ? A + B gives AB. അവിടെ കണ്ടോ, ഞാൻ ഗീവ്സ് എന്നാണ് ഇട്ടത് അല്ലേ? അല്ലാണ്ട് അവിടെ റിവേഴ്സിബിൾ, കാരണം അവിടെ ഞാൻ ആ റിയാക്ഷൻ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇനി ബാക്ക്വേർഡ് എഴുതാൻ പറഞ്ഞാൽ എങ്ങനെ എഴുതുക? അവിടെ നിന്ന് തിരിച്ചെഴുതുക. അപ്പോൾ ഒരിക്കലും AB gives A + B ഇവിടെ ഇങ്ങോട്ട് ഇടരുത് കേട്ടോ. ആരോ ഇങ്ങനെ ഇട്ട് എഴുതരുത്. അങ്ങനെ അല്ല ഇടണ്ടേ. നമ്മളപ്പോൾ എഴുതുന്ന സമയത്ത് അത് തിരിച്ചിട്ട് തന്നെ എന്ത് ചെയ്യണം? എഴുതണം. അതായത് പശ്ചാത് പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് നടക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടത്? AB gives A + B. ഇത് ഇങ്ങനെ തന്നെ എഴുതണം. ഓക്കെ, ആ രീതിയിൽ എഴുതാൻ വേണ്ടിയിട്ട് ഇവിടെ 3 റിയാക്ഷൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുണ്ട്. ശ്രദ്ധിച്ചോ, ഏതൊക്കെയാണ് എന്ന് നോക്കിക്കോ. അപ്പോൾ ആദ്യത്തെ ഞാൻ ചെയ്യാം, ബാക്കി നിങ്ങൾ ചെയ്യണം കേട്ടോ. അപ്പോൾ N2 + 3H2 gives 2NH3. ഇതിൽ ഫോർവേഡും ബാക്ക്വേർഡ് എഴുതണം. ഫോർവേഡ് എഴുതാറുണ്ട് ഇവിടുന്ന് അങ്ങോട്ട്. അപ്പോൾ ആരാ? N2 + 3H2 gives 2NH3. ഇനി ബാക്ക്വേർഡ് പശ്ചാത് പ്രവർത്തനം എഴുതണമെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതാം? അവിടെ ഇങ്ങോട്ട് എഴുതാം. അവിടെ ഇങ്ങോട്ട് എഴുതുമ്പോൾ എങ്ങനെ എഴുതാ പറ? 2NH3 ആദ്യം എഴുതുക, ഗീവ്സ് N2 + 3H2. ഇത് ബാക്കി നിങ്ങൾ ഇത് നോക്കി എഴുതിയാൽ മതി, സിമ്പിളാണ്. ഓക്കെ, ഇനി ഇതിപ്പോൾ പഠിച്ചതൊക്കെ എന്താണ്? ഉഭയദിശാ പ്രവർത്തനം അഥവാ റിവേഴ്സിബിൾ റിയാക്ഷൻസിന് എക്സാമ്പിൾ. ഇനി നമ്മളോട് ചോദിക്കണം ഇറിവേഴ്സിബിൾ റിയാക്ഷൻസിന് എക്സാമ്പിൾ എഴുതണം, അല്ലെങ്കിൽ ഏകദിശാ പ്രവർത്തനങ്ങൾക്ക് എക്സാമ്പിൾ ചോദിച്ചാൽ ഏതാ പറയുക? C+O2 gives CO2. പിന്നെ നിങ്ങൾ ടെക്സ്റ്റിൽ തന്ന എക്സാമ്പിൾ ആണെങ്കിൽ ഇപ്പോൾ NaCl + AgNO3 gives NaNO3 + AgCl. പിന്നെ ഏതൊക്കെ 2-3 എക്സാമ്പിൾസ് ഉണ്ട്, അതും കൂടി ജസ്റ്റ് എന്ത് ചെയ്യുക? ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അത് ചോദിക്കുന്നുണ്ടാവില്ല കേട്ടോ. അപ്പോൾ എന്താണ് ഉഭയദിശാ പ്രവർത്തനം അല്ലെങ്കിൽ എന്താ റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറഞ്ഞു. ഇനി നോക്കിക്കോ, റിവേഴ്സിബിൾ റിയാക്ഷൻ ആദ്യം നമ്മൾ തുടങ്ങുന്ന സമയത്ത് നമ്മളെ കയ്യിൽ ആരാ ഉണ്ടാവുക? റിയാക്റ്റൻസ്. ഇപ്പം ഞാൻ A + B gives AB ആണ്.
അപ്പോൾ എൻ്റെ കയ്യിൽ തുടങ്ങുന്ന സമയത്ത് ആര് മാത്രമേ ഉള്ളൂ? എയും ബിയും. അത് ഇവിടുത്തെ ആരാണ്? അഭികാരകങ്ങൾ, അല്ലെങ്കിൽ ഇവിടുത്തെ എന്താണെടാ നമ്മുടെ റിയാക്റ്റൻസ് ആണ് അല്ലേ. അത് ചേർന്നിട്ട് എന്തുണ്ടാവും? പ്രൊഡക്റ്റ് അഥവാ ഉൽപ്പന്നം ഉണ്ടാവണം. പക്ഷെ ഇപ്പം എൻ്റെ കയ്യിൽ ഉൽപ്പന്നം ഉണ്ടോ? ഇല്ല. അപ്പോൾ തുടങ്ങുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ആര് മാത്രമേ ഉള്ളൂ? അഭികാരങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അഭികാരങ്ങൾ നന്നായിട്ട് അഥവാ റിയാക്റ്റൻസ് അഭികാരങ്ങൾ നന്നായിട്ട് എന്താവും? പ്രൊഡക്റ്റ് ഉൽപ്പന്നം ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ അളവ്, ഈ നടക്കുന്ന റിയാക്ഷൻ ഏതാണ് പറഞ്ഞാൽ അങ്ങോട്ട് നടക്കുന്നതിൻ്റെ പേരെന്താണ്? ഫോർവേഡ് അഥവാ പുരോപ്രവർത്തനം. അതിൻ്റെ അളവ് നല്ല കൂടുതലായിരിക്കും തുടങ്ങുമ്പോൾ. പിന്നെ എന്താ സംഭവിക്കുക? ഇതിന്ന് ഈ റിയാക്ടൻ്റ് അഭികാരങ്ങൾ എന്തായിക്കൊണ്ടിരിക്കുകയാണ്? ഉൽപ്പന്നം ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അഭികാരങ്ങളുടെ അളവ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കുറഞ്ഞുകൊണ്ടിരിക്കും. ഉൽപ്പന്നത്തിൻ്റെ അളവ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നടക്കുന്നതിൻ്റെ സ്പീഡ് എന്ത് ചെയ്യും? കുറയും. സമയം കഴിയുന്തോറും അഭികാരങ്ങൾ ഉൽപ്പന്നമാവുന്നത് അഥവാ റിയാക്ടൻ്റ് പ്രൊഡക്റ്റ് ആവുന്നതിൻ്റെ അളവ് എന്ത് ചെയ്യും? കുറയും. അഥവാ ഫോർവേഡ് അഥവാ പുരോപ്രവർത്തനത്തിൻ്റെ നിരക്ക് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കുറഞ്ഞുകൊണ്ടിരിക്കും. അതേസമയം ഇവിടെ പ്രൊഡക്റ്റ് ഉൽപ്പന്നത്തിൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. അവിടെ നിങ്ങോട്ട് നടക്കുന്നത് അഥവാ ഏത് പ്രവർത്തനം? പശ്ചാത് പ്രവർത്തനം. ഏതാണ്? പശ്ചാത് പ്രവർത്തനം അഥവാ ബാക്ക്വേർഡിൻ്റെ റേറ്റ് എന്തും ചെയ്യും? കൂടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് പുരോപ്രവർത്തനം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, പശ്ചാത് പ്രവർത്തനം കൂടിക്കൊണ്ടിരിക്കുന്നു. സമയം കഴിയുന്തോറും എന്താ സംഭവിക്കുക? നോട്ട് ദ പോയിന്റ്. ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റ് കുറയും, ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ റേറ്റ് കൂടും. അങ്ങനെ പ്രത്യേക സമയം എത്തുമ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ റേറ്റ് എന്താ? റേറ്റ് അഥവാ സ്പീഡ്, വേഗം എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ നോക്കിക്കോ. എന്താ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 1 മിനിറ്റിൽ 5 ഗ്രാം റിയാക്റ്റൻ്റ് എന്താ ഇവിടെ ചെയ്തോ? 1 മിനിറ്റിൽ 5 ഗ്രാം റിയാക്റ്റൻ്റ് അഭികാരകം എന്താവുന്നുണ്ട്? പ്രൊഡക്റ്റ് ആവുന്നുണ്ട്, ഉൽപ്പന്നം ആവുന്നുണ്ട് വിചാരിച്ചോ. അതേ 1 മിനിറ്റിൽ തന്നെ 5 ഗ്രാം പ്രൊഡക്റ്റ് തിരിച്ചു എന്തും ആവും? റിയാക്റ്റൻ്റ് ആവും. അതായത് ഇവിടുന്ന് അങ്ങോട്ട് നടക്കുന്ന അതേ അളവിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് നടക്കും. അതല്ലാണ്ട് ഇതിൻ്റെയും മാസ് ഇപ്പോൾ ഇവിടെ 50 ഗ്രാം അഭികാരകവും 50 ഗ്രാം പ്രൊഡക്റ്റും ഉണ്ട് നമ്മൾ പറയുന്നില്ല. മനസ്സിലായോ? എപ്പോഴും ശ്രദ്ധിക്കുക, അവിടുത്തെ മാസം അല്ല തുല്യമാവുന്നത് കേട്ടോ. ഇവിടുന്ന് എത്രത്തോളം മാറ്റം അങ്ങോട്ട് ഉണ്ടാവുന്നുണ്ടോ അതേ മാറ്റം അവിടെ നിന്ന് ഇങ്ങോട്ട് ഉണ്ടാവണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്ന ചേഞ്ച്, അതിൻ്റെ അളവ് എന്താണ്? തുല്യമാണ്. അതാണ് റേറ്റ് അഥവാ നിരക്ക്. അപ്പോൾ പുരോപ്രവർത്തനത്തിൻ്റെ നിരക്കും പശ്ചാത് പ്രവർത്തനത്തിൻ്റെ നിരക്കും തുല്യമാവുന്ന പറയുന്നത്, അല്ലാണ്ട് അതിൻ്റെ അളവല്ല, ആ അഭികാരകത്തിൻ്റെ ഉൽപ്പന്നത്തിൻ്റെ അളവല്ല എന്ത് ചെയ്യുക? തുല്യമാവുക. അങ്ങനെ തുല്യമാവുന്ന ആ പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? നമ്മുടെ സന്തുലിതാവസ്ഥ. അത് നമ്മൾ കൂടെ ഒരു ഗ്രാഫായി തന്നിട്ടുണ്ട്. ആദ്യം തരും ഈ ഗ്രാഫ് തന്നിട്ട് ഇത് എന്തിൻ്റെ ഗ്രാഫാണെന്നായിരിക്കും നമ്മളോട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആ പറ, ഇത് എന്തിൻ്റെ ഗ്രാഫാണ്? എല്ലാവരും ഇത് സന്തുലിതാവസ്ഥ അഥവാ ഇക്വിലിബ്രിയത്തിൻ്റെ ഗ്രാഫാണ്. തെറ്റാണ്. ഇത് എന്തിൻ്റെ ഗ്രാഫാണ്? ടൈം വേഴ്സസ് റേറ്റ്. പറ, എന്ത് ഗ്രാഫാണ്? ടൈം വേഴ്സസ് റേറ്റ് ഓഫ് ഏത് റിയാക്ഷൻ? ഓഫ് റിവേഴ്സിബിൾ റിയാക്ഷൻ. ഈ ഗ്രാഫ് എന്തിൻ്റെ ഗ്രാഫാണെന്ന് വെച്ചാൽ എൻ്റെ മക്കൾ ഇതാണ് എഴുതേണ്ടത് കേട്ടോ. ടൈം വേഴ്സസ് റേറ്റ് ഗ്രാഫ്. മലയാളം മീഡിയംകാർ എന്താ എഴുതണ്ടേ? സമയം നിരക്ക് ഗ്രാഫ്. എന്തിൻ്റെ? ഉഭയദിശാ പ്രവർത്തനത്തിന്. അപ്പോൾ പറയാം എന്തിനാണ്? ഉഭയദിശാ പ്രവർത്തനത്തിൻ്റെ സമയ നിരക്ക് ഗ്രാഫാണെന്ത്? ഇത്. ഓക്കെ, ഈ ഗ്രാഫിൻ്റെ പേരെന്താ ചോദിച്ചാൽ ഇതാണ് എഴുതണ്ടേ. അത് ഒരിക്കലും സന്തുലിതാവസ്ഥ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം എന്ന് കൊണ്ടേ എഴുതരുത്. ഇനി ഗ്രാഫിൽ എന്താ കാണിച്ചുള്ളത് നോക്കിക്കോ. ഗ്രാഫ് ആകുമ്പോൾ 2 ആക്സിസ് ഉണ്ടാവുമല്ലോ. എക്സ് ആക്സിസ് ഉണ്ടാവും, വൈ ആക്സിസ് ഉണ്ടാവും. എക്സ് ആക്സിസിൽ എന്താ കാണിച്ചുള്ളത്? സമയം. വൈ ആക്സിസിൽ എന്താ കാണിച്ചത്? റേറ്റ് ഓഫ് റിയാക്ഷൻ അഥവാ രാസപ്രവർത്തനത്തിൻ്റെ നിരക്ക്. നമുക്കറിയാം ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നതോറും സമയം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും നോക്കിക്കോ. ഇവിടെ 0 സെക്കൻഡാണ് തുടങ്ങുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? അഭികാരങ്ങൾ മാത്രം. അപ്പോൾ അഭികാരങ്ങൾ നന്നായിട്ട് എന്താവും? ഉൽപ്പന്നമാവും. അപ്പോൾ അഭികാരങ്ങൾ ഉൽപ്പന്നമാവുക പറയുമ്പോൾ അത് ഫോർവേഡ് റിയാക്ഷൻ അഥവാ പുരോപ്രവർത്തനം. അതിൻ്റെ നിരക്ക് നല്ല കൂടുതലായിരിക്കും. സമയം കഴിയുന്തോറും അതിൻ്റെ നിരക്ക് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന പറഞ്ഞു? കുറഞ്ഞുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞു. അതേപോലെ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ആരില്ല? ഉൽപ്പന്നമില്ല. അപ്പോൾ തിരിച്ച് ബാക്ക്വേർഡ് പശ്ചാത്തലപ്രവർത്തനം നടക്കുമോ? ഇല്ല. കുറച്ച് കഴിയുമ്പോൾ ഉൽപ്പന്നം ഉണ്ടാവാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ആ ബാക്ക്വേർഡ് റിയാക്ഷൻ അഥവാ പശ്ചാത്തലപ്രവർത്തന നിരക്ക് കുറവായിരുന്നു. അതിങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കൂടി വരും. ഒരു പ്രത്യേക പോയിന്റ് എത്തുമ്പോൾ ഈ കുറഞ്ഞതും കൂടിയതും കൂടി എന്താവും? ഈക്വൽ ആവുന്ന അവസ്ഥ നമ്മൾ വിളിക്കുന്ന പേരാണ് സന്തുലിതാവസ്ഥ അഥവാ ഇക്വിലിബ്രിയം. പിന്നീട് അത് ആ വ്യൂഹം, ആ സിസ്റ്റം എന്ത് വ്യൂഹം? സിസ്റ്റം എവിടെയാണോ രാസപ്രവർത്തനം നടക്കുന്നതാണ് എന്ത്? സിസ്റ്റം അല്ലെങ്കിൽ വ്യൂഹം. ആ വ്യൂഹം എന്തിൽ തന്നെ ആയിരിക്കും? സന്തുലിതാവസ്ഥയിൽ തന്നെ ആയിരിക്കും. ഒരിക്കൽ സന്തുലിതാവസ്ഥയിൽ എത്തിയാൽ പിന്നെ എന്തിൽ തന്നെ ആയിരിക്കും? സന്തുലിതാവസ്ഥയിൽ തന്നെ ആയിരിക്കും. അപ്പോൾ അമോണിയൻ്റെ വെച്ചിട്ടാണ് ഇവിടെ കാണിച്ചത്. ജനറലി നമ്മൾ എങ്ങനെ പറയാം? താഴേക്ക് കുറഞ്ഞു വരുന്നത് ആരാണ്? പറ, പുരോപ്രവർത്തനം അഥവാ ഫോർവേഡ് റിയാക്ഷൻ ആണെങ്കിൽ കൂടി വരുന്നത് ആരായിരിക്കും? പശ്ചാത് പ്രവർത്തനം അഥവാ ആരാണടാ? ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ്. പിന്നെ എ മുതൽ ബാക്കിയുള്ളതൊക്കെ എന്താണ്? സന്തുലിതാവസ്ഥ അഥവാ ഇക്വിലിബ്രിയത്തിലാണ്. ഓക്കെ, ഇത് ഗ്രാഫ് നിർബന്ധമായിട്ടും പഠിക്കണം. പിന്നെ ഒരു പ്രത്യേക കാര്യം പറയുകയാണ്, ഗ്രാഫിൽ ഒരിക്കലും ഇതേപോലെ സ്ട്രെയിറ്റ് ലൈൻ അല്ല, ഇങ്ങനെ 2 ലൈൻ അല്ല കേട്ടോ. ഇത് കണ്ടോ, കർവായിട്ട് തന്നെ വരക്കണം, വളഞ്ഞിട്ട് തന്നെ എന്ത് ചെയ്യണം? വരക്കണം. അത് ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി നമ്മൾ സന്തുലിതാവസ്ഥയുടെ പ്രത്യേകത, ഫീച്ചേഴ്സ്. അപ്പോൾ ഒന്നാമത്തെ നോക്കിക്കോ. ആദ്യം അറിയേണ്ടത് 2 തരം റിയാക്ഷൻസ് പഠിച്ചു, റിവേഴ്സിബിളും ഇറിവേഴ്സിബിളും. ഏത് തരം റിയാക്ഷൻസിനാണ് സന്തുലിതാവസ്ഥ ഉണ്ടാവുക? റിവേഴ്സിബിൾ റിയാക്ഷൻ. കാരണം ഫോർവേഡും ബാക്ക്വേർഡും തുല്യമാവണം. പുരോപ്രവർത്തനം പശ്ചാത് പ്രവർത്തനം തുല്യമാണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് 2 സൈഡിലേക്കും നടക്കണ്ടേ? 2 ദിശയ്ക്കും നടക്കുന്നത് ഏത് മാത്രമാണ്? റിവേഴ്സിബിൾ അഥവാ ഉഭയദിശാ പ്രവർത്തനം. അപ്പോൾ റിവേഴ്സിബിൾ റിയാക്ഷൻ അഥവാ ഉഭയദിശാ പ്രവർത്തനങ്ങളിൽ മാത്രമാണ് എന്ത് സാധ്യമാവുക? സന്തുലിതാവസ്ഥ ഇക്വിലിബ്രിയം പോസിബിൾ ആവുള്ളൂ. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ അവിടെ പറ എന്താണ്?
റിയാക്റ്റൻ്റ് എന്തായി മാറുന്നുണ്ട്? പ്രൊഡക്റ്റ്. അഥവാ അഭികാരകം എന്തായി മാറുന്നുണ്ട്? ഉൽപ്പന്നം ആവുന്നുണ്ട്. തിരിച്ച് ഉൽപ്പന്നം അഭികാരകം ആവുന്നുണ്ട്. അതായത് അർത്ഥം എന്താ? വ്യൂഹത്തിനകത്ത് എന്തുണ്ട്? അഭികാരങ്ങളുണ്ട്, ഉൽപ്പന്നങ്ങളുണ്ട്. അപ്പോൾ അഭികാരങ്ങളും ഉൽപ്പന്നങ്ങളും സഹവർത്തിക്കുന്നു. സഹവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ കോ എക്സിസ്റ്റ്, ഒരുമിച്ച് കാണപ്പെടുന്നു. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് എന്താ? ഇപ്പോൾ സന്തുലിതാവസ്ഥ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഇപ്പം അവിടെ 5 ഗ്രാം റിയാക്റ്റൻ്റ് ഉൽപ്പന്നം ആവുന്നുണ്ടെങ്കിൽ 5 ഗ്രാം ഉൽപ്പന്നം തിരിച്ച് എന്തും ആവും? അഭികാരകമാവും അല്ലേ? അതായത് ഇവിടുന്ന് അങ്ങോട്ട് നടക്കുന്ന അതേപോലെ അവിടുന്ന് ഇങ്ങോട്ട് നടക്കും. അപ്പോൾ പുറത്തുനിന്ന് കാണുമ്പോൾ അവിടെ ഇപ്പോൾ ഒരു മാറ്റം ഉണ്ടാവില്ല. കാരണം എന്തുകൊണ്ടാണ് മാറ്റമില്ലാത്ത? ഇവിടുന്ന് കുറയൂല, ഇവിടെ കൂടില്ല. കാരണം ഇവിടുന്ന് പോണത് തന്നെ അവിടുന്ന് ഇങ്ങോട്ട് ഉണ്ടാവുകയാണ്. ശ്രദ്ധിച്ചോ? ഇപ്പം എങ്ങനെ പറയുന്ന പോലെ ഒരു ടാങ്കിൽ ഞാൻ ഒരേ വലിപ്പമുള്ള പൈപ്പ് കൂടെ വെള്ളം കൊണ്ടുവരുന്നുണ്ട്, അതേ വലിപ്പമുള്ള പൈപ്പ് കൂടെ വെള്ളം പുറത്ത് പോകുന്നുണ്ട് വിചാരിക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക? ഇതിൽ കൂടി വെള്ളം വരുന്നതും ഇതിൽ കൂടി പോണതും തുല്യമാണെങ്കിൽ ഇവിടെ എന്തെങ്കിലും മാറ്റം ഉണ്ടാവും? ഇല്ല, വരുന്നതും പോണതും തുല്യമാണ്. അതേപോലെ തന്നെ ഇവിടെ പ്രവർത്തനം നിൽക്കുന്നുണ്ടോ? ഒരിക്കലും പ്രവർത്തനം നിൽക്കുന്നില്ല. പുരോപ്രവർത്തനം, ഫോർവേഡ് നടക്കുന്നുണ്ട്, പശ്ചാത് പ്രവർത്തനം ബാക്ക്വേർഡ് നടക്കുന്നുണ്ട്. രണ്ടിൻ്റെയും നിരക്ക് തുല്യമായതുകൊണ്ട് നമുക്ക് ഇനി അവിടെ എന്ത് സംഭവിക്കൂല? അളവുകളിൽ എന്ത് സംഭവിക്കൂല? മാറ്റം സംഭവിക്കൂല അല്ലേ? അപ്പോൾ പുരോപ്രവർത്തനം നടക്കുന്നുണ്ട്, പശ്ചാത് പ്രവർത്തനം നടക്കുന്നുണ്ട്. രണ്ടിൻ്റെ റേറ്റ്, നിരക്കുകൾ എന്താണ്? തുല്യമാണ്. മൂന്നാമത്തെ പോയിന്റ്. നാലാമത്തെ പോയിന്റ് ഇവിടെ നോക്കിക്കോ. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോ, ഞാൻ ഇപ്പം നൈട്രജനും ഹൈഡ്രജനും ചേർത്ത് എന്ത് ഉണ്ടാക്കിയടാ? അമോണിയ ഉണ്ടാക്കി. അതൊരു ബീക്കറിൽ ഉണ്ടാക്കിയത് കേട്ടോ. നൈട്രജനും ഹൈഡ്രജനും ചേർത്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? അമോണിയ. ഞാൻ ഈ ബീക്കർ തുറന്നു വെച്ചാൽ എന്താ സംഭവിക്കുക? അമോണിയ വാതക ഗ്യാസ് അല്ലെങ്കിൽ ഇതിന് പോകൂലേ? പോയി കഴിഞ്ഞാൽ പിന്നെ അമോണിയ തിരിച്ചു വരുമോ? ഇല്ല. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നിന്നാലേ അപ്പോഴേ ഈ അമോണിയ തിരിച്ചെന്തായി മാറുള്ളൂ? നൈട്രജനും ഹൈഡ്രജനായിട്ട് മാറുള്ളൂ. അപ്പോൾ ഈ വ്യൂഹത്തിലുള്ള സാധനങ്ങളൊന്നും പുറത്തു പോകാനും പാടില്ല, പുറത്തുനിന്നൊന്നും ഉള്ളിലേക്ക് വരാനും പാടില്ല. അങ്ങനെയുള്ള വ്യൂഹങ്ങളെ വിളിക്കുന്ന പേരാണ് സമൃദ്ധ വ്യൂഹങ്ങൾ അല്ലെങ്കിൽ ക്ലോസ്ഡ് സിസ്റ്റം. അപ്പോൾ ക്ലോസ്ഡ് സിസ്റ്റം അല്ലെങ്കിൽ സമൃദ്ധ വ്യൂഹങ്ങളിൽ മാത്രമേ ഇക്വിലിബ്രിയം സാധ്യമാവുള്ളൂ. നാലാമത്തെ പോയിന്റ്. അഞ്ചാമത്തെ പോയിന്റ് ഇപ്പം ഞാൻ പറഞ്ഞു, ഇവിടെ ശ്രദ്ധിച്ചോ, ഇക്വിലിബ്രിയത്തിൽ എത്തുന്ന സമയത്ത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ എന്ത് തുല്യമാവണ്ടെന്ന് നമ്മൾ പറഞ്ഞു. എന്ത് തുല്യമാവണമെന്നില്ല എന്ന് നമ്മൾ പറഞ്ഞു. നോക്കിക്കോ, ഇക്വിലിബ്രിയം എത്തുമ്പോൾ ഇപ്പം റിയാക്റ്റൻ്റ് പ്രൊഡക്റ്റ് ആവും. ഇപ്പോൾ 50 ഗ്രാം എന്തുണ്ട്? അഭികാരകമുണ്ട്. ഇക്വിലിബ്രിയം സന്തുലിതാവസ്ഥ എത്തിയപ്പോൾ ഇതിലൊരു 30 ഗ്രാം എന്തുകൊണ്ട്? ഉൽപ്പന്നമുണ്ട്. അപ്പോൾ പറ, ഇതിൻ്റെ രണ്ടിൻ്റെ അളവ് തുല്യാവുന്ന അവസ്ഥയാണോ സന്തുലനാവസ്ഥ? അല്ല, അത് ഇപ്പോഴേ മനസ്സിലാക്കിയപ്പോൾ അളവ് തുല്യമാവാം, തുല്യാവാതിരിക്കാം, ആവാനും സാധ്യതയുണ്ട്, ആവാതിരിക്കാനും സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പം അത് ഇക്വിലിബ്രിയം സന്തുലിതാവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ ഇനി അവിടേക്ക് പോണ പോലെ തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരൂലേ? അപ്പോൾ ഇതിന് 5 ഗ്രാം അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ ശരിക്കും ഇവിടെ 45 ആവണമായിരുന്നു. പക്ഷെ 45 ആവുമോ? ഇല്ല. കാരണം എന്താ? അപ്പം തന്നെ അവിടുന്ന് ഇങ്ങോട്ട് 5 ഗ്രാം എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നുണ്ട്. അതേപോലെ നോക്ക്, ഇവിടേക്ക് 5 ഗ്രാം വരുന്നുണ്ടെങ്കിൽ അത് 35 ആവണമായിരുന്നു. ആവോ? ഇല്ല. കാരണം എന്താ? അപ്പം തന്നെ ഇവിടുന്ന് 5 ഗ്രാം എന്ത് ചെയ്യുന്നുണ്ട്? പോകുന്നുണ്ട്. അപ്പോൾ ഇനി ഇപ്പം ഉള്ള അവസ്ഥയിൽ അതിന് എന്ത് സംഭവിക്കില്ല? മാറ്റമൊന്നും സംഭവിക്കില്ല. അപ്പോൾ പുറത്തുനിന്ന് ഞാനിങ്ങനെ നോക്കുന്ന സമയത്ത് എനിക്ക് അവിടെ മാറ്റങ്ങളൊന്നും കാണാൻ കഴിയൂല. പക്ഷേ ഇവിടുത്തെ അഭികാരങ്ങൾ, റിയാക്റ്റൻ്റ് തന്മാത്രകൾ ഇപ്പോഴും എന്തായിക്കൊണ്ടിരിക്കുന്നു? ഉൽപ്പന്ന തന്മാത്രകൾ അഥവാ പ്രൊഡക്റ്റ് മോളിക്യൂൾസ് ആവുന്നു. ഈ പ്രൊഡക്റ്റ് മോളിക്യൂൾസ് തിരിച്ച് അഭികാര തന്മാത്രകൾ, അഭികാര മോളിക്യൂൾസ്, റിയാക്റ്റൻ മോളിക്യൂൾസ് ആയി മാറുന്നുണ്ട്. അതായത് തന്മാത്രകൾക്ക് ഇപ്പോഴും മാറ്റം നടക്കുന്നതുകൊണ്ട് തന്മാത്രകൾ ചലിച്ചുകൊണ്ടേയിരിക്കണം, മൂവ് ചെയ്തുകൊണ്ടേയിരിക്കണം. അതുകൊണ്ട് തന്മാത്രാ തലത്തിൽ മോളിക്കുലാർ ലെവലിൽ നമ്മൾ ഇക്വിലിബ്രിയം എന്താണെന്ന് പറയും? ഡൈനാമിക് ആണ്. അഥവാ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? ഗതികമാണ്. ഗതികമാണ് പറഞ്ഞാൽ തന്മാത്രകൾക്ക് ഇപ്പോഴും എന്ത് നടന്നുകൊണ്ടിരിക്കുന്നു? മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഇക്വിലിബ്രിയത്തിൻ്റെ എന്ത് സവിശേഷതകൾ. അടുത്തത് നമുക്കിവിടെ പഠിക്കേണ്ട സാധനമാണ് ലേ ഷാറ്റ്ലിയർ തത്വം. ലേ ഷാറ്റ്ലിയർ തത്വം. ഓക്കെ, ലേ ഷാറ്റ്ലിയർ തത്വം എന്നാണ് ഇംഗ്ലീഷിൽ. ചട്ടി എന്നൊന്ന് വായിക്കരുത് കേട്ടോ. ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ. ഓക്കെ, എന്താ അതിൽ പറയണേ? ഒരു സിസ്റ്റം എവിടെ എത്തിയടാ? ഒരു വ്യൂഹം എവിടെ എത്തി? ഇക്വിലിബ്രിയത്തിലെത്തി. പുരോപ്രവർത്തനം കുറഞ്ഞു, പശ്ചാത്തലവർത്തനം കൂടി, അതെന്ത് ചെയ്തു? ഇക്വിലിബ്രിയത്തിലെത്തി. ഓക്കെ, ഇക്വിലിബ്രിയത്തിലെത്തിയ സന്തുലിതാവസ്ഥയിലെത്തി. ഈ വ്യൂഹം എന്തിൽ തന്നെ തുടരാൻ, ഇനി അവിടെ പണിയെടുക്കാനൊന്നും വയ്യ. ഇവിടുന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും തുല്യമാക്കിയിട്ട് അയാൾക്ക് എന്തിൽ തന്നെ തുടരാനായിരിക്കും ഇഷ്ടം? ഇക്വിലിബ്രിയം സന്തുലിതാവസ്ഥയിൽ തന്നെ തുടരാനായിരിക്കും ഇഷ്ടം. പക്ഷേ അങ്ങനെ തുടർന്നുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ ആവശ്യം എന്താ? നമ്മൾ എന്തിനാ രാസപ്രവർത്തനം നടത്തണേ? റിയാക്റ്റൻ്റ് എടുത്തു, അത് പ്രൊഡക്റ്റായി, അഭികാരക ഉൽപ്പന്നമായി, എന്നിട്ട് ഉൽപ്പന്നം തിരിച്ച് അഭികാരം, എന്നിട്ട് ഇങ്ങനെ കൈയോട്ടി ഹയ്യമ്മ ഹയ്യമ്മ ഹൈ 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 അങ്ങനെ പറയാനാണോ? അല്ല. നമ്മൾ ആവശ്യം എന്താ? അവിടെ കൂടുതൽ എന്ത് കിട്ടണം? ഉൽപ്പന്നം കിട്ടണം. അതായത് ഉൽപ്പന്നം അഥവാ പ്രൊഡക്റ്റ് കിട്ടണമെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ടുള്ള പ്രവർത്തനം കൂടണം. അതായത് ഏത് പ്രവർത്തനം മാത്രം നടക്കണം? പുരോപ്രവർത്തനം അഥവാ ഫോർവേഡ് റിയാക്ഷൻ മാത്രം നടക്കണം. അങ്ങനെ അത് മാത്രം കൂട്ടണമെങ്കിൽ വ്യൂഹം ആദ്യം അവിടെ എത്തണം സന്തുലിതാവസ്ഥയിൽ. നല്ലോണം ശ്രദ്ധിച്ച മക്കളെ, വ്യൂഹം സന്തുലിതാവസ്ഥ അഥവാ ഇക്വിലിബ്രിയത്തിൽ എത്തിയതിന് ശേഷം നമ്മൾ ഇഷ്ടത്തിന് മാറ്റങ്ങൾ വരുത്താം. പക്ഷെ അതുവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? മാറ്റം വരുത്താൻ പറ്റൂല. അപ്പോൾ വ്യൂഹം എത്രയും പെട്ടെന്ന് എവിടെ എത്തണം? സന്തുലിതാവസ്ഥയിൽ അഥവാ ഇക്വിലിബ്രിയത്തിൽ എത്തണം. എന്നാലേ നമ്മൾ ഇഷ്ടത്തിന് എന്ത് വരുത്താൻ പറ്റുള്ളൂ? മാറ്റം വരുത്താൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യാൻ പറ്റണം? നമ്മൾ എത്രയും പെട്ടെന്ന് വ്യൂഹത്തെ എവിടെ എത്തിക്കാൻ നോക്കണം? സന്തുലിതാവസ്ഥയിൽ എത്തിക്കാൻ നോക്കണം. ഓക്കെ ആണോ? ക്ലിയർ? ഇനി സന്തുലിതാവസ്ഥയിൽ വിചാരിക്കുക. എത്തിക്കഴിഞ്ഞാൽ 3 കാര്യങ്ങളിൽ മാറ്റം വരാം. മർദ്ദം, പ്രഷർ,
താപനില ടെമ്പറേച്ചർ, അതേപോലെ തന്നെ കോൺസെൻട്രേഷൻ അഥവാ ഗാഢത, ഈ 3 കാര്യങ്ങളിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ, നമ്മൾ മാറ്റം വരുത്തി കഴിഞ്ഞാൽ, ശ്രദ്ധിച്ചോ, ഞാനൊരു ചേഞ്ച് ഉണ്ടാക്കുകയാണ്, ഞാനൊരു മാറ്റം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫലം എഫക്റ്റ് എവിടെ ഉണ്ടാവും? ഈ സിസ്റ്റത്തിനകത്ത്. അതായത് അതിൻ്റെ ഫലമായിട്ട് ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു ദിശയിലേക്കുള്ള പ്രവർത്തനത്തിൻ്റെ അളവിൽ മാറ്റം വരും. ഒന്നെങ്കിൽ ഫോർവേഡ് പുരോപ്രവർത്തനം കൂടും, അല്ലെങ്കിൽ അത് കുറയും, അല്ലെങ്കിൽ ബാക്ക്വേർഡ് കൂടും, അല്ലെങ്കിൽ പശ്ചാത്തല പ്രവർത്തനം എന്ത് ചെയ്യും? കുറയും. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? സിസ്റ്റം ഇപ്പോൾ എവിടെയായിരുന്നു? സന്തുലിതാവസ്ഥ ഇക്വിലിബ്രിയത്തിലായിരുന്നു. അവിടുന്ന് മാറിയില്ലേ? സിസ്റ്റം നോക്കിയിരിക്കോ? കഷ്ടപ്പെട്ട് എവിടെ എത്തിയതാണ്? സന്തുലിതാവസ്ഥയിൽ ഇക്വിലിബ്രിയത്തിൽ എത്തിയത്. അപ്പോൾ സിസ്റ്റം എന്ത് ചെയ്യും? നമ്മൾ എന്ത് മാറ്റാണോ വരുത്തിയത് അതിൻ്റെ ഓപ്പോസിറ്റ് പണി ആര് വരുത്തും? സിസ്റ്റം, വ്യൂഹം വരുത്തും. എന്നിട്ട് വീണ്ടും അതിനെ എവിടെ എത്തിക്കും? സന്തുലിതാവസ്ഥയിൽ എത്തിക്കും. അതാണ് ലേ ഷാറ്റ്ലിയർ തത്വം. ഓക്കെ, അപ്പോൾ എന്താ ലേ ഷാറ്റ്ലിയർ തത്വത്തിൽ പറയുന്നത്? പറ. സന്തുലിതാവസ്ഥയിലുള്ള ഒരു വ്യൂഹത്തിൽ ഗാഢത, മർദ്ദം, താപനില എന്നിവയിൽ ഏതെങ്കിലും ഒന്നിൽ മാറ്റം വരുത്തിയാൽ ഈ മാറ്റം മൂലം അവിടെ ഒരു ഫലം ഉണ്ടാവും. ആ ഫലത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് വ്യൂഹം സ്വയം പുനഃക്രമീകരണം നടത്തും. എന്താ പുനഃക്രമീകരണം നടത്തും പറഞ്ഞാൽ നമ്മൾ ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് മാറ്റം വരുത്തിയിട്ട് പുതിയ സന്തുലിതാവസ്ഥയിലെത്തും. എന്തുകൊണ്ട് പുതിയ സന്തുലിതാവസ്ഥയിലെത്തും എന്ന് പറയുന്നത്? നേരത്തെ 5ാമത്തെ മിനിറ്റിലാണ് സന്തുലിതാവസ്ഥ, ഇക്വിലിബ്രിയം എത്തി വിചാരിച്ചോ. പിന്നെ ഇവിടെ ഈ മാറ്റങ്ങളൊക്കെ നടന്ന് പുതിയ വേറൊരു സന്തുലിതാവസ്ഥ കുറേ സമയത്തിന് ശേഷമല്ലേ വീണ്ടും സന്തുലിതാവസ്ഥയിൽ എത്തുക. അപ്പോൾ അത് നമ്മൾ എന്ത് വിളിക്കും? പുതിയ സന്തുലിതാവസ്ഥ അഥവാ ന്യൂ സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം. എന്താ ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ? വെൻ ദ കോൺസെൻട്രേഷൻ, പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ഓഫ് എ സിസ്റ്റം അറ്റ് ഇക്വിലിബ്രിയം ചേഞ്ചസ്, അവിടെ എന്ത് സംഭവിക്കും? ഒരു എഫക്റ്റ് ഉണ്ടാവും അല്ലേ? സോ ദ സിസ്റ്റം വിൽ ട്രൈ ടു നള്ളിഫൈ ദ എഫക്റ്റ് സോ ആസ് ടു അഡ്ജസ്റ്റ് ഇറ്റ് സെൽഫ്. അത് സ്വയം എന്ത് ചെയ്യും? അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ എഫക്റ്റിനെ അവിടെ നിന്ന് എന്ത് ചെയ്യടാ? ഇല്ലാതാക്കും. ഇല്ലാതാക്കിയിട്ട് എന്ത് ചെയ്യും? ഇറ്റ് അറ്റൈൻ എ ന്യൂ സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം. അതൊരു പുതിയ എന്താ അറ്റൈൻ ചെയ്യും? ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യും. ഓക്കെ ആണോ? അതിന് വിളിക്കുന്ന പേരാണ് ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ. അപ്പോൾ ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ പ്രകാരം എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ഇക്വിലിബ്രിയത്തിനെ അഫക്റ്റ് ചെയ്യാൻ പറ്റുക? പറ. ഒന്ന് പ്രഷർ, മർദ്ദം. ഒന്നാരാ? ടെമ്പറേച്ചർ, താപനില. ഒന്നാരാ? കോൺസെൻട്രേഷൻ അഥവാ ഗാഢത. ഓക്കെ, ഇതിൻ്റെ കൂടെ തരും ഉൽപ്രേരകം അഥവാ കാറ്റലിസ്റ്റ്. ഇതിൽ ഒറ്റപ്പെട്ടത് ആരാ ചോദിച്ചാൽ ആരാണ്? കാറ്റലിസ്റ്റ് ആണ്, ഉൽപ്രേരകമാണ്. കാരണം മക്കൾ ശ്രദ്ധിച്ചോ, കാരണം ഈ 3 കാര്യങ്ങൾക്കും ഈ 3 കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത് ലേ ഷാറ്റ്ലിയർ തത്വത്തിൽ. അപ്പോൾ ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ പറയുന്നത് ഇത് 3ആണ്, ഇത് പറയുന്നില്ല. കാറ്റലിസ്റ്റിനെ കുറിച്ച് പറയുന്നില്ല. നമുക്ക് വേണമെങ്കിൽ പറയാം ഒറ്റപ്പെട്ടത് കണ്ടെത്താൻ. അതല്ലെങ്കിൽ ശ്രദ്ധിച്ചോ, ഇത് 3ഉം എപ്പോഴാണ് അഫക്റ്റ് ചെയ്യുക? ഇക്വിലിബ്രിയത്തിൽ എത്തിയതിന് ശേഷം, സന്തുലിതാവസ്ഥയിൽ എത്തിയതിന് ശേഷം മാറ്റം വരുത്താനാണ് നമ്മൾ ഈ 3 കാര്യങ്ങൾ ഉപയോഗിക്കുക അല്ലേ? എന്നാൽ ഉൽപ്രേരകം എന്തിനാ ഉപയോഗിക്കുക എന്നറിയോ? ഉൽപ്രേരകം ഉപയോഗിക്കുന്നത് ശ്രദ്ധിച്ചോ, ഉൽപ്രേരകം എന്തിനാ ഉപയോഗിക്കുക? സന്തുലിതാവസ്ഥയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. അപ്പം നമുക്ക് ആദ്യം ടെക്സ്റ്റിൽ ലാസ്റ്റാണ് ഉൽപ്രേരകം, കാറ്റലിസ്റ്റ് പറഞ്ഞു. നമ്മൾ ആദ്യം എന്ത് പറയുന്നു? ഉൽപ്രേരകം പറഞ്ഞു. ശ്രദ്ധിച്ചോ, ഞാൻ ഒരു വ്യൂഹം ഇപ്പോൾ A+B റിവേഴ്സിബിൾ AB, ഇത് ഇക്വിലിബ്രിയത്തിൽ എത്താൻ ഉൽപ്രേരകം അവിടെ വേണമെന്നൊരു നിർബന്ധമല്ല കേട്ടോ. രാസപ്രവർത്തനം നടക്കാൻ, കെമിക്കൽ റിയാക്ഷൻ നടത്താൻ നിർബന്ധമില്ലാത്ത സാധനമാണ് കാറ്റലിസ്റ്റ് അഥവാ ഉൽപ്രേരകം. ഉണ്ടെങ്കിലും നടക്കും, ഇല്ലെങ്കിലും നടക്കും. ഇനി ഇതില്ലെങ്കിൽ, ഉൽപ്രേരകം കാറ്റലിസ്റ്റ് ഇല്ലെങ്കിൽ ഇത് 50 മിനിറ്റ് കൊണ്ടാണ് എവിടെ എത്തിയത്? ഇക്വിലിബ്രിയം, സന്തുലിതാവസ്ഥയിൽ എത്തി വിചാരിച്ചോ. അതേ സ്ഥാനത്ത് ഞാൻ ഇതിൽ കാറ്റലിസ്റ്റ് ചേർത്താൽ, ഉൽപ്രേരകം ചേർത്ത് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോ, അത് ചിലപ്പോൾ 10 മിനിറ്റ് കൊണ്ട് തന്നെ എവിടെ എത്തും? ഇക്വിലിബ്രിയം, സന്തുലിതാവസ്ഥയിൽ എത്തും. അപ്പോൾ പറയുന്ന മക്കൾ പറയും ഉൽപ്രേരകത്തിൻ്റെ ഫംഗ്ഷൻ, ഉൽപ്രേരകത്തിൻ്റെ ധർമ്മം എന്താ? എത്രയും പെട്ടെന്ന് വ്യൂഹത്തെ, സിസ്റ്റത്തെ എവിടെ എത്തിക്കും? സന്തുലിതാവസ്ഥയിൽ അഥവാ ഇക്വിലിബ്രിയത്തിൽ എത്തിക്കും. എങ്ങനെ? അത് ഫോർവേഡിൻ്റെ റേറ്റും കൂട്ടും, ബാക്ക്വേർഡിൻ്റെ റേറ്റും ഒരേ എക്സ്റ്റെൻഡിൽ എന്ത് ചെയ്യും? ഇറ്റ് ഇൻക്രീസ് the rate of forward and backward at the same extent. ഒരേപോലെ പുരോപ്രവർത്തനത്തിന് നിരക്കും കൂട്ടും, പശ്ചാത്തല പ്രവർത്തന നിരക്കും കൂട്ടും. എത്രയും പെട്ടെന്ന് വ്യൂഹത്തെ, സിസ്റ്റത്തെ എവിടെ എത്തിക്കൂടാ? സന്തുലിതാവസ്ഥയിൽ ഇക്വിലിബ്രിയത്തിൽ എത്തിക്കും. അപ്പോൾ ഉൽപ്രേരകം, കാറ്റലിസ്റ്റ് എന്തിനാണ്? വ്യൂഹത്തെ എത്രയും പെട്ടെന്ന് സന്തുലിതാവസ്ഥയിൽ എത്തിക്കണം. എന്തിനെ എത്തിക്കണേ? അങ്ങനെ എത്തിച്ചാലേ നമ്മൾ ഇഷ്ടത്തിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പിന്നീട് മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കുത്തിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ ആവശ്യം അവിടെ കൂടുതൽ എന്തുണ്ടാക്കലാണ്? പ്രൊഡക്റ്റ്, ഉൽപ്പന്നം ഉണ്ടാക്കലാണ്. അങ്ങനെ ഉണ്ടാക്കണേ അവിടെ പുരോപ്രവർത്തനം അഥവാ ഫോർവേഡിൻ്റെ റേറ്റ് കൂട്ടണമെങ്കിൽ ആദ്യത്തെ എവിടെ എത്തിക്കിട്ടണം? സന്തുലിതാവസ്ഥയിൽ. അപ്പോൾ ഉൽപ്രേരകം, കാറ്റലിസ്റ്റ് എന്തിനാണ്? എത്രയും പെട്ടെന്ന് സന്തുലിതാവസ്ഥയിൽ എത്തിക്കാനാണ്. ഓക്കെ, ഇനി ചോദിക്കും ഈ കാറ്റലിസ്റ്റിന് പുരോപ്രവർത്തനം, ഫോർവേഡിൻ്റെ റേറ്റോ പശ്ചാത്തല പ്രവർത്തനം ബാക്ക്വേർഡിൻ്റെ റേറ്റോ, ഇതിൽ ഏതെങ്കിലും ഒന്നിൽ മാത്രം മാറ്റം വരുത്താൻ പറ്റുമോ? പറ്റൂല. രണ്ടും ഒരുപോലെ വർദ്ധിപ്പിച്ചിട്ട് എന്ത് ചെയ്യുക? സന്തുലിതാവസ്ഥയിൽ എത്തിക്കുകയാണ് ചെയ്യുക. ഇനി ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് പറയും ഒരു വ്യൂഹം ഓൾറെഡി എന്തിലാണ്? സന്തുലിതാവസ്ഥയിലാണ്. ഒരു സിസ്റ്റം ഓൾറെഡി എവിടെയാണ്? ഇക്വിലിബ്രിയത്തിലാണ്. അതിലേക്ക് ഉൽപ്രേരകം ചേർത്തു, കാറ്റലിസ്റ്റ് ചേർത്തു. എന്താ സംഭവിക്കുക? ഒരു മാങ്ങ സംഭവിക്കൂല. കാരണം ഉൽപ്രേരകത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ? അതിന് സന്തുലിതാവസ്ഥയിൽ ഇക്വിലിബ്രിയത്തിൽ എത്തിക്കുക എന്നാണ്. അത് ഓൾറെഡി എത്തി. എന്നിട്ട് പിന്നെ നമ്മൾ അതിലോട്ട് കിലോ കണക്കിന് ഉൽപ്രേരകം ഇട്ടിട്ട് ഒരു കാര്യമല്ല. കാരണം അതിന് ചെയ്യേണ്ട കാര്യം ഓൾറെഡി നടന്നുക്കണു. പിന്നെ നടന്ന സാധനത്തിന് പിന്നെ അരമണിക്കൂർ മുമ്പ് ഉൽപ്രേരകം ഇപ്പോൾ ഒരു സാധനം ഇവിടെ എത്തി, സന്തുലിതാവസ്ഥയിൽ ഇക്വിലിബ്രിയത്തിൽ എത്തി. എന്നിട്ട് ഞാനതിൽ കുറേ ഉൽപ്രേരകം കാറ്റലിസ്റ്റ് കൊണ്ടുപോയിട്ട് കൊട്ടി. എന്താ കാര്യം? നടന്ന സാധനത്തെ അരമണിക്കൂർ മുന്നേ നടത്താൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ
അതിൻ്റെ വീണ്ടും ഞാൻ പറഞ്ഞു ശ്രദ്ധിച്ചോ, ഉൽപ്രേരകം കാറ്റലിസ്റ്റിൻ്റെ ഫംഗ്ഷൻ എന്താ, എത്രയും പെട്ടെന്ന് എവിടെ എത്തിക്കണം, സന്തുലിതാവസ്ഥയിൽ അഥവാ ഇക്വിലിബ്രിയത്തിൽ എത്തിക്കണം. എത്തിച്ചതിന് ശേഷം അത് ചേർത്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഓക്കെ, ഇനി ഉൽപ്രേരകങ്ങൾക്ക് ഉദാഹരണം നമ്മൾ ഓൾറെഡി ഇന്ന് കുറേ പഠിച്ചു. ഹേബർ പ്രക്രിയ. എന്താ ഹേബർ പ്രക്രിയ? നമ്മുടെ അമോണിയയുടെ നിർമ്മാണം അവിടെ ഉപയോഗിക്കുന്നത് ആരാണ്? സ്പോഞ്ച് അയൺ അല്ലേ, ഇരുമ്പാണ്. അതേപോലെ കോണ്ടാക്ട് പ്രോസസ്സ്. എന്തായിരുന്നു കോണ്ടാക്ട് പ്രോസസ്സ്? പറ. സമ്പർക്ക പ്രക്രിയ. സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണം. ഹേബർ പ്രോസസ്സ് അമോണിയൻ്റെ നിർമ്മാണം. കോണ്ടാക്ട് പ്രോസസ്സ് സമ്പർക്ക പ്രക്രിയ ആരുടെ നിർമ്മാണം? സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണം. അവിടെ ആരാണ്? പറ. വനേഡിയം പെൻഡോക്സൈഡ് V2O5. ഇത് ഓർമ്മ ഉണ്ടാവണം, എക്സാമ്പിൾസ് ചോദിക്കും. ഓക്കെ അല്ലേ? അപ്പം നമ്മൾ സന്തുലിതാവസ്ഥയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യം പഠിച്ചു. ആരാണ്? ഉൽപ്രേരകം. അത് സന്തുലിതാവസ്ഥയിൽ എത്തിയതിന് ശേഷം, ഇക്വിലിബ്രിയത്തിൽ എത്തിയതിന് ശേഷമാണോ അതിന് മുമ്പാണോ ഉപയോഗിക്കേണ്ടത്? മുമ്പാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ അല്ലേ? ഇനി നമുക്കിവിടെ പഠിക്കേണ്ടത് ബാക്കി 3 എഫക്റ്റാണ്. ടെമ്പറേച്ചറിൻ്റെ എഫക്റ്റ്, പ്രഷറിൻ്റെ എഫക്റ്റ്, അതേപോലെ തന്നെ കോൺസെൻട്രേഷൻ്റെ എഫക്റ്റ്. അതിൽ ആദ്യം നമ്മൾ പറയുന്നത് കോൺസെൻട്രേഷൻ്റെ എഫക്റ്റാണ്. അതായത് സന്തുലനാവസ്ഥയിൽ ഗാഢതയുടെ സ്വാധീനം. എൻ്റെ മക്കൾ ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് അങ്ങോട്ട് പഠിക്കുക, ബാക്കി നമ്മൾ ക്ലാസ്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ അത് മനസ്സിലാവും. അത് അങ്ങനെ മനസ്സിലാവുള്ളൂ, അങ്ങനെ മനസ്സിലാക്കിയിട്ടേ കാര്യമുള്ളൂ. ക്വസ്റ്റ്യൻ ചെയ്യാനാണ് അറിയേണ്ടത്. ഒരു ശ്രദ്ധിച്ചോ. N2+3H2 റിവേഴ്സിബിൾ 2NH3. ആദ്യം ആലോചിക്കുക, നമ്മുടെ ഉദ്ദേശം എല്ലായിടത്തും നമ്മുടെ ഉദ്ദേശം എന്ത് കൂട്ടലാണ്? ഫോർവേഡിൻ്റെ റേറ്റ് അഥവാ പുരോപ്രവർത്തനത്തിൻ്റെ നിരക്ക് എന്ത് ചെയ്യണം? കൂട്ടണം. എന്തിന്? നമുക്ക് കൂടുതൽ എന്ത് കിട്ടാൻ? ഉൽപ്പന്നം കിട്ടാൻ. കൂടുതൽ എന്ത് കിട്ടാൻ? ഉൽപ്പന്നം കിട്ടാൻ. അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ അളവ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? കൂട്ടാൻ വേണ്ടിയിട്ട്. കാരണം അതിനാണ് നമ്മൾ രാസപ്രവർത്തനം നടത്തുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഉദ്ദേശം എന്താ? ഫോർവേഡിൻ്റെ റേറ്റ് കൂട്ടലാണ് അഥവാ പുരോപ്രവർത്തനത്തിൻ്റെ നിരക്ക് കൂട്ടലാണ്. മക്കളെ ശ്രദ്ധിച്ചോ, ഞാൻ വരുത്തിൻ്റെ ഓപ്പോസിറ്റ് മാറ്റം ആര് വരുത്തും? സിസ്റ്റം. എപ്പോഴും നിങ്ങൾ ആലോചിച്ചോ, നമ്മളൊരു മാറ്റം വരുത്തുക, അതിൻ്റെ ഓപ്പോസിറ്റാണ് ആര് വരുത്തുക? സിസ്റ്റം വരുത്തുക. അപ്പോൾ സിസ്റ്റത്തിനെ കൊണ്ടാണ് നമ്മൾ ഓരോ കാര്യം ചെയ്യിപ്പിക്കേണ്ടത്. ആലോചിച്ചോട്ടോ, വ്യൂഹത്തിനെ കൊണ്ട് നമ്മളൊരു കാര്യം ചെയ്യിപ്പിക്കണമെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യം ആരെ കൊണ്ട് ചെയ്യിപ്പിക്കണമെങ്കിൽ ശ്രദ്ധിച്ചോ, നമ്മൾ ഉദ്ദേശിച്ച കാര്യം ആരെ കൊണ്ട് ചെയ്യിപ്പിക്കണമെങ്കിൽ വ്യൂഹത്തെ കൊണ്ട്, സിസ്റ്റത്തെ കൊണ്ട് ചെയ്യിപ്പിക്കണമെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് കാര്യം ഞാൻ വരുത്തണ്ടേ? ശ്രദ്ധിച്ചോ. അപ്പം ഞാൻ പറയാണ്, ഷെബിൻ സാറിനോട് പറയാണ്, ഷെബിനെ ഇങ്ങോട്ട് വാ. ഷെബിൻ്റെ വൃത്തിയുടെ സ്വഭാവം കാരണം ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടേ പോവുള്ളൂ. അപ്പോൾ ഇങ്ങോട്ട് വരണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഷെബിനെ അങ്ങോട്ട് പോയിക്കോന്ന് ഓനോട് പറയണ്ടേ? അപ്പോൾ ഓൻ എന്ത് ചെയ്യും? ഓൻ്റെ കുയിന്ത് കാരണം ഓൻ ഇങ്ങോട്ട് വരും. അപ്പോൾ അതേപോലെ എനിക്ക് പുരോപ്രവർത്തനം കൂട്ടണമെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റൂല. അത് കൂട്ടേണ്ടത് ആരാണ്? ഫോർവേഡ് കൂട്ടേണ്ടത് ആരാ? സിസ്റ്റമാണ്. അപ്പോൾ സിസ്റ്റം ഫോർവേഡ് കൂട്ടണമെങ്കിൽ ഞാനത് കുറക്കാനുള്ള വഴിയല്ലേ എടുക്കണ്ടേ? ആലോചിച്ച് നോക്ക്. ഞാൻ കുറക്കാൻ നോക്കുമ്പോഴേ വ്യൂഹം എന്ത് ചെയ്യാൻ നോക്കുള്ളൂ? കൂട്ടാൻ നോക്കുള്ളൂ. അപ്പോൾ ശ്രദ്ധിച്ചോ, അത് നമ്മൾ മനസ്സിലുണ്ടാവണം. വ്യൂഹത്തിനെ കൊണ്ട്, സിസ്റ്റത്തിനെ കൊണ്ടേ നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചെയ്തു തരേണ്ട ആൾ മൂപ്പരാണ്. മൂപ്പരെ കൊണ്ട് ചെയ്യിപ്പിക്കണമെങ്കിൽ നമ്മൾ മൂപ്പര് ചെയ്യേണ്ടതിൻ്റെ ഓപ്പോസിറ്റ് കാര്യം എന്ത് ചെയ്യണം? ഈ പോയിന്റ് മനസ്സിലുണ്ടായിട്ട് ശ്രദ്ധിച്ചിരുന്നോ? അപ്പോൾ നോക്കിക്കോ, ഞാൻ ഇവിടെ എന്താ ചെയ്യണേ? നൈട്രജൻ്റെയും ഹൈഡ്രജൻ്റെയും ഗാഢത, കോൺസെൻട്രേഷൻ അങ്ങോട്ട് കൂട്ടുകയാണ്. അപ്പോൾ വ്യൂഹം എന്ത് ചെയ്യാൻ നോക്കും? പറ. ഞാൻ കൂട്ടിയതിൻ്റെ ഗാഢത എന്ത് ചെയ്യാൻ നോക്കും? കുറക്കാൻ നോക്കും. അതാണ് ആലോചിക്കണം. ഞാൻ എവിടെ കൂട്ടിയോ അത് കുറക്കാൻ നോക്കും. അങ്ങനെ തന്നെ ആലോചിക്കണം കേട്ടോ. അപ്പോൾ നൈട്രജൻ്റെയും ഹൈഡ്രജൻ്റെയും ഗാഢത, കോൺസെൻട്രേഷൻ കൂട്ടി. അപ്പോൾ നിങ്ങൾ വ്യൂഹമാണ്. പറ. നിങ്ങൾ തർക്കുത്തരം പറയുന്ന ആൾക്കാർ നിങ്ങൾ എന്താ ചെയ്യുക? ഒറ്റയടിക്ക് പറ. നൈട്രജൻ്റെയും ഹൈഡ്രജൻ്റെയും ഗാഢത, കോൺസെൻട്രേഷൻ കുറക്കണം. എങ്ങനെ അത് കുറക്കുക? ഇവിടെ കൂടിയ സാധനത്തിനൊക്കെ എന്താക്കി മാറ്റണം? പ്രൊഡക്റ്റ്, ഉൽപ്പന്നമാക്കി മാറ്റണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാൻ നോക്കും? എത്രയും പെട്ടെന്ന് ഈ കൂടിയ സാധനങ്ങളൊക്കെ എന്താക്കി മാറ്റും? അമോണിയ ഉൽപ്പന്നമാക്കി മാറ്റാൻ നോക്കൂലേ? അപ്പോൾ ഉൽപ്പന്നത്തിൻ്റെ അളവ് കൂടിയില്ലേ? ഉൽപ്പന്നത്തിൻ്റെ അളവ് കൂടി മീൻസ് ഇവിടുന്ന് അങ്ങോട്ട് ഇവിടുന്ന് അങ്ങോട്ട് നടക്കണമെങ്കിൽ എന്ത് നടക്കണം? പുരോപ്രവർത്തന നിരക്ക് കൂട്ടണം. നിങ്ങൾ കൂട്ടിയില്ലേ? നിങ്ങൾ വ്യൂഹല്ലേ? നിങ്ങൾ സിസ്റ്റം അല്ലേ? നിങ്ങൾ പുരോപ്രവർത്തനത്തിൻ്റെ നിരക്ക് അഥവാ നിങ്ങൾ എന്ത് കൂട്ടി? ഫോർവേഡിൻ്റെ നിരക്ക്, ഫോർവേഡിൻ്റെ റേറ്റ് കൂട്ടിയില്ലേ? എന്തുകൊണ്ടാണ് കൂട്ടിയത്? ഞാൻ നിങ്ങളെ കൊണ്ട് കൂട്ടിപ്പിച്ചു. അതിനുള്ള വഴി ഞാൻ എടുത്തു. അപ്പോൾ പറ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഫോർവേഡിൻ്റെ നിരക്ക് കൂട്ടാൻ നമ്മൾ ഇവിടെ എന്തിൻ്റെ എഫക്റ്റാണ് പഠിക്കുന്നത്? കോൺസെൻട്രേഷൻ. ഗാഢതയുടെ സ്വാധീനമാണോ എന്ത് ചെയ്യാൻ പോണേ? പഠിക്കാൻ പോണേ കേട്ടോ. ശ്രദ്ധിച്ചോ, ഗാഢതയുടെ സ്വാധീനമാണ്. അപ്പോൾ ഞാൻ എന്താ പറയാൻ പോണേ? നോക്കിക്കോ. ഞാനിവിടെ എന്ത് ചെയ്തടാ പറയുന്നത് നോക്കിക്കോ. ഞാൻ ഇവിടെ എന്താ ചെയ്തേ? ഞാൻ അഭികാരങ്ങൾ അഥവാ റിയാക്ടൻസിൻ്റെ കോൺസെൻട്രേഷൻ ഗാഢത കൂട്ടി. അപ്പോൾ ഞാൻ പറയാം, അഭികാരകങ്ങൾ അഥവാ റിയാക്ടൻസിൻ്റെ കോൺസെൻട്രേഷൻ ഞാൻ എന്ത് ചെയ്തു? കൂട്ടി. ഒന്നാമത്തെ കാര്യം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? പറയാം, നിങ്ങൾ വ്യൂഹമാണ്. നിങ്ങൾ എന്ത് ചെയ്യും? അത് കുറക്കാൻ നോക്കും. കുറക്കണമെങ്കിൽ അതിന് ഉൽപ്പന്നമാക്കും. അപ്പോൾ നിങ്ങൾ എന്ത് കൂടും? ഫോർവേഡ്, പുരോപ്രവർത്തനം കൂടും. അപ്പോൾ പുരോപ്രവർത്തനം കൂട്ടാനുള്ള വഴി എന്താ പറയുക? അഭികാരങ്ങളുടെ ഗാഢത കൂട്ടിയാൽ പോരെ? റിയാക്ടൻസിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടിയാൽ പോരെ? അല്ലെങ്കിൽ ഒരു വഴിയും കൂടെ ഉണ്ട്. എന്താ? ഞാനിവിടെ നോക്കിക്കോ, ഇവിടെ ഉണ്ടാകുന്ന അമോണിയനൊക്കെ ഇതിൽ നിന്ന് എടുത്തിട്ട് എന്ത് ചെയ്യാണ്? പുറത്ത് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമോണിയ അവിടുത്തെ ഉൽപ്പന്നമാണ് അല്ലേ? ഉൽപ്പന്നത്തെ നീക്കം ചെയ്യാണ്, പ്രൊഡക്ട്സിനെ റിമൂവ് ചെയ്യാണ്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കും? ഉൽപ്പന്നത്തിൻ്റെ അളവ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കുറഞ്ഞുകൊണ്ടിരിക്കും. പ്രൊഡക്റ്റിൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കും. വ്യൂഹം നോക്കുമോ? ഞാൻ അവിടെ പ്രൊഡക്റ്റ് കുറക്കാൻ നോക്കുമ്പോൾ വ്യൂഹം എന്ത് ചെയ്യാനാണ് നോക്കുക? കൂട്ടാൻ നോക്കും. അപ്പോൾ വ്യൂഹം എന്ത് ചെയ്യും? ഇവിടെ ഇത് കൂട്ടാതെ തന്നെ ഇതിൻ്റെ അളവൊന്നും കൂട്ടിയില്ലെങ്കിലും ഇവിടുന്ന് കൂടുതൽ കാര്യങ്ങൾ പ്രവർത്തനം നടത്തിയിട്ട് അവിടെ കൂടുതൽ എന്ത് ഉണ്ടാക്കാൻ നോക്കും? അമോണിയ ഉൽപ്പന്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? നോക്കൂലേ? അപ്പോൾ ഇവിടുന്ന് കൂടുതലായിട്ട് അങ്ങോട്ട് നടക്കൂലേ? നടക്കും. അപ്പോൾ എന്ത് ചെയ്യും? പുരോപ്രവർത്തന നിരക്ക് കൂടും, അഥവാ ഫോർവേഡിൻ്റെ റേറ്റ്
റേറ്റ് കൂടും. അപ്പോൾ പറ മക്കൾ പറ. ആകെ 2 കാര്യമാണ് ആലോചിക്കേണ്ടത്. ഫോർവേഡിൻ്റെ റേറ്റ് കൂട്ടാൻ ഗാഢതയിൽ എന്ത് മാറ്റം വരുത്തണം, കോൺസെൻട്രേഷനിൽ എന്ത് മാറ്റം വരുത്തണം പറ. പുരോപ്രവർത്തനം അഥവാ ഫോർവേഡിൻ്റെ റേറ്റ് നിരക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് ഗാഢതയിൽ 2 കാര്യങ്ങൾ വരുത്തിയാൽ മതി. ഒന്നെന്താ, ഇവിടുത്തെ ഗാഢത കൂട്ടുക, അപ്പോൾ അപ്പുറത്തേക്ക് കൂട്ടും. അല്ലെങ്കിൽ അവിടുത്തെ ഗാഢത കുറക്കുക, അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നടത്തും. പോയിന്റ് ഓക്കെ ആണോ? പറഞ്ഞ് ശ്രദ്ധിച്ചോ. നമ്മൾ വരുത്തിൻ്റെ ഓപ്പോസിറ്റാണ് ആര് വരുത്തുക? വ്യൂഹം. അപ്പോൾ വ്യൂഹത്തിനെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കണം എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ ഇവിടെ നിന്ന് ചെയ്യണം. അപ്പോൾ പറ, റിയാക്റ്റൻ്റ് എന്തായി മാറും? പ്രൊഡക്റ്റ് ആവും അല്ലേ? അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള നിരക്ക് നമുക്ക് കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം ഇതിൻ്റെ അളവ് കൂട്ടി കൊടുക്കുക, റിയാക്റ്റൻ്റ്. അപ്പോൾ എന്താണ്? അഭികാരങ്ങളുടെ ഗാഢത എന്ത് ചെയ്യുക? കൂട്ടുക, ഒന്നാമത്തത് അല്ലേ? അപ്പോൾ അത് കുറക്കാൻ വേണ്ടിയിട്ട് പുരോപ്രവർത്തനം ഫോർവേഡിൻ്റെ അളവ് കൂട്ടും ആര്? വ്യൂഹം. രണ്ടാമത്തെ എന്താ? ഉൽപ്പന്നത്തിൻ്റെ അളവ് എന്ത് ചെയ്യുക? അഥവാ പ്രൊഡക്റ്റിൻ്റെ ഗാഢത കോൺസെൻട്രേഷൻ കുറക്കുക, അപ്പോഴും അത് കൂട്ടാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് അങ്ങോട്ട് നടക്കും. അപ്പോൾ 2 കാര്യങ്ങളൊന്നും എന്താ? അഭികാരങ്ങളുടെ ഗാഢത കുറക്കുക, അഭികാരങ്ങളുടെ ഗാഢത, റിയാക്റ്റിൻ്റെ ഗാഢത എന്ത് ചെയ്യുക? കൂട്ടുക, ഉൽപ്പന്നത്തിൻ്റെ ഗാഢത അഥവാ പ്രൊഡക്റ്റിൻ്റെ ഗാഢത കോൺസെൻട്രേഷൻ എന്ത് ചെയ്യുക? കുറക്കുക. ഇത്രയും കോൺസെൻട്രേഷനിൽ പഠിക്കാനുള്ളൂ. ഓക്കെ, അടുത്ത് ഇതിവിടെ വെച്ചിട്ടൊരു ഒരു ടേബിളാണ്. ഇത് വെച്ചിട്ട് നിങ്ങൾ വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്നുണ്ടോ, ആൻസർ കിട്ടുന്നുണ്ടോ നോക്കുക. അതിന് വേണ്ടി കൊടുത്തതാണ്. ഓക്കെ, അടുത്ത് പ്രഷർ ആൻഡ് കെമിക്കൽ ഇക്വിലിബ്രിയം. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ ഇതില്ലാണ്ട് ഒരു എക്സാമ്പിൾ ഇവിടെ പറയാം കേട്ടോ. ശ്രദ്ധിച്ചോ. ഇപ്പോൾ ഈ അമോണിയ വെച്ചിട്ട് തന്നെ പറയാം. N2 + 3H2 റിവേഴ്സിബിൾ 2NH3. എൻ്റെ മക്കൾ നോക്കേണ്ടത് ഇതിൽ ഏതൊക്കെ ഗ്യാസാണ്, വാതകമാണ്. അപ്പോൾ നിങ്ങൾക്ക് തരും, ഇവിടെ ഇങ്ങനെ തരും, GS ഒക്കെ ഇട്ട് തരും. അപ്പോൾ തൽക്കാലം ഇവിടെ വിചാരിച്ചോ, ഇത് എന്താണ് വിചാരിച്ചോ? S ആണ്, സോളിഡാണ്, ഖരാണ്. ഓക്കെ, അല്ല ഇത് വേണ്ട, അപ്പോൾ ഒന്നുകൂടെ കൺഫ്യൂഷൻ ആയിരിക്കും. അത് വെച്ചാൽ ഇവിടെ ഇത് ഗ്യാസ്, G മീൻസ് ഗ്യാസ്, വാതകമാണ് കേട്ടോ. ഇതെന്താണെടാ? സോളിഡാണ്. അപ്പോൾ ഇത് ഗ്യാസാണ്, ഇതും ഗ്യാസാണ്, ഇത് മാത്രം എന്താ? സോളിഡാണ്. എൻ്റെ മക്കൾ നോക്കണ്ടേ, പ്രഷറിൻ്റെ ചോദ്യം, മർദ്ദത്തിൻ്റെ ക്വസ്റ്റ്യൻ കണ്ട 2 സൈഡിലും എത്ര വാതക മോളുകളുണ്ട്, ഗ്യാസ് മോളുകളുണ്ട് നോക്കുക. ഇതിൻ്റെ മോൾ എണ്ണ എവിടെ ഉണ്ടാവുക? ലെഫ്റ്റിൽ. ഇവിടെ എത്രയാണ്? ഒന്നുമില്ലെങ്കിൽ അത് 1 ആണ്, ഇത് 3 ആണ്, ഇത് 2 ആണ് പറ. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ മൊത്തം, ഈ സൈഡിൽ മൊത്തം എത്ര ഉണ്ട് നോക്കാം അല്ലേ? ഓരോന്നല്ല കേട്ടോ. ഇവിടെ എത്ര ഉണ്ട്? ഇത് ഗ്യാസാണ്, അപ്പോൾ അത് കൂട്ടണ്ടേ? പക്ഷേ ഇത് കൂട്ടാൻ പാടുണ്ടോ? ഇത് സോളിഡാണ്, അപ്പോൾ അത് കൂട്ടാൻ പാടില്ല. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ എത്ര മോളാ? 1 മോളാണ്. ഇടത് ഭാഗത്ത് വാതകങ്ങൾ എത്ര മോളാ? 1 മോളാണ്. ഇത് കൂട്ടാൻ പാടില്ല, കാരണം അത് ഖരാണ്. വാതകങ്ങൾ മാത്രമേ കൂട്ടാൻ പാടുള്ളൂ. നോട്ട് ദ പോയിന്റ്, വാതകങ്ങൾ, ഗ്യാസുകൾ മാത്രമേ കൂട്ടാൻ പാടുള്ളൂ. റൈറ്റ് സൈഡിൽ ഇത് എത്ര മോളാ? 2 മോൾ. അത് രണ്ടും ഗ്യാസ് അല്ലേ? അപ്പോൾ ഇവിടെ എത്ര മോളാ? 2 മോൾ. അപ്പോൾ നോക്കിക്കോ, ഇടത് വശത്ത് 1 മോൾ വാതകമുണ്ട്, വലത് വശത്ത് 2 മോൾ വാതകം, 2 മോൾ ഗ്യാസും ഉണ്ട്. ഇനി ഇവിടെ നോക്കിക്കോ, ഇവിടെ നിന്ന് അങ്ങോട്ട് നടക്കുമ്പോൾ എൻ്റെ മക്കൾ പറ എന്താ നടക്കണേ? ഇടത്തുനിന്ന് വലത്തേക്ക് നടക്കുമ്പോൾ, അതായത് ഇവിടെ ഏത് നടക്കുമ്പോൾ? പുരോപ്രവർത്തനം നടക്കുമ്പോൾ. ഇവിടെ ഞാൻ താഴെ ഇതാ 1 മോൾ എത്ര മോളായി മാറുന്നു മക്കളെ? 2 മോളായിട്ട് മാറുന്നു. ഏത് നടക്കുമ്പോൾ? പുരോപ്രവർത്തനം അഥവാ ഫോർവേഡ് നടക്കുമ്പോൾ. അപ്പോൾ പറ, ഫോർവേഡ് നടക്കുമ്പോൾ, പുരോപ്രവർത്തനം നടക്കുമ്പോൾ മോളിൻ്റെ എണ്ണം, തന്മാത്രകളുടെ എണ്ണം കൂടോ കുറയോ പറ. 1 മോൾ 2 മോൾ പറഞ്ഞാൽ ഇതിൻ്റെ ഒറ്റ എന്താണ് സംശയം? തന്മാത്രകളുടെ മോൾ എണ്ണം എന്ത് ചെയ്യുന്നു? മോൾ എണ്ണം കൂടുന്നു അല്ലേ? ഇനി പറ, ഒരു ബെഞ്ചിൽ ഒരാൾ ഇരിക്കുമ്പോഴാണോ 2 ആൾ ഇരിക്കുമ്പോഴാണോ അവിടെ മർദ്ദം, പ്രഷർ കൂടുക അഥവാ കൂട്ടിമുട്ടൽ കൂടുക? ഡെഫിനിറ്റ്ലി 2 ആൾ ഇരിക്കുമ്പോൾ. ഒരാൾ ഇരിക്കുമ്പോൾ അവിടെ ആരെങ്കിലും തല്ലിവിടാനില്ലല്ലോ. 2 ആൾ ഇരിക്കുമ്പോഴല്ലേ കൂട്ടിമുട്ടുക, അപ്പോഴല്ലേ മർദ്ദം കൂടുക? യെസ്. അപ്പോൾ മോൾ എണ്ണം കൂടുമ്പോൾ എന്തും കൂടും? മർദ്ദം അഥവാ പ്രഷറും എന്ത് ചെയ്യും? കൂടും. ശ്രദ്ധിച്ചോ, മോൾ എണ്ണം കൂടിയ മർദ്ദം അഥവാ പ്രഷറും എന്ത് ചെയ്യും? കൂടും. അപ്പോൾ പറ, എൻ്റെ മക്കൾ പറ, ഇവിടെ പുരോപ്രവർത്തനം നടക്കുമ്പോൾ എന്താ സംഭവിക്കണേ? പുരോപ്രവർത്തനം നടക്കണമെങ്കിൽ 1 മോൾ എന്ത് മോളാവണം? 2 മോളാവണം. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുക? മോൾ എണ്ണം കൂടും, അപ്പോൾ മർദ്ദം, പ്രഷറും കൂടും. ഇനി എൻ്റെ മക്കൾ പറ, വ്യൂഹം എന്തിനാ പുരോപ്രവർത്തനം നടത്തുക? അല്ലെങ്കിൽ വ്യൂഹം എന്തിനാ ഫോർവേഡ് നടത്തുന്നത്? എന്തിനാ സിസ്റ്റം ഫോർവേഡ് നടത്തുന്നത്? 1 മോളിനെ 2 മോളാക്കാനല്ലേ? അതായത് മോൾ എണ്ണം കൂട്ടാനല്ലേ? അതായത് മർദ്ദം കൂട്ടാനല്ലേ? ആണോ അല്ലേ? ഇനി പറയേണ്ട മക്കൾ, എൻ്റെ ഉദ്ദേശം എന്താ? ഫോർവേഡ്, പുരോപ്രവർത്തനം നടത്തിപ്പിക്കണ്ടേ വ്യൂഹത്തിനെ കൊണ്ട്. അപ്പം ഞാൻ എന്താ ചെയ്യണ്ടേ? പ്രഷർ, മർദ്ദം കൂട്ടണോ കുറക്കണോ പറ. എൻ്റെ മക്കൾ പറ. യെസ്, ഞാൻ മർദ്ദം കുറക്കണം. കാരണം എന്താ? ഞാൻ ചെയ്യണതിൻ്റെ ഓപ്പോസിറ്റ് നിങ്ങൾ ചെയ്യുള്ളൂ. നിങ്ങൾ തലകൊള്ളിയാളെയാണ് അല്ലേ? അപ്പം ഞാനിവിടെ മർദ്ദം കുറച്ചാൽ, പ്രഷർ കുറച്ചാൽ നിങ്ങൾ എന്തിയാ നോക്കടാ? മർദ്ദം, പ്രഷർ കൂട്ടാൻ നോക്കും. അപ്പം നിങ്ങൾ എങ്ങനെ പ്രഷർ കൂട്ടുക? പ്രഷർ കൂടണമെങ്കിൽ എന്ത് കൂടണം? മോളെണ്ണം കൂടണം. മോളെണ്ണം കൂടണമെങ്കിൽ കുറഞ്ഞിടത്തുനിന്ന് കൂടിയിടത്തേക്ക് നടക്കണ്ടേ? അപ്പോൾ 1 മോളിൽ നിന്ന് 2 മോൾക്ക് നടക്കണം. അതായത് എന്ത് ചെയ്യണം? ഇവിടുന്ന് 1 മോൾക്ക് 2 മോൾക്ക് നടക്കണം പറഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് നടക്കണം. അതായത് ഇവിടെ ഏത് കൂടും? പുരോപ്രവർത്തനം, ഫോർവേഡ് കൂടും. ചിലവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, ഒന്നുകൂടെ ശ്രദ്ധിച്ചോ. ഞാൻ വേറൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ഓക്കെ. അമോണിയ സോളിഡ് ഒന്നും അല്ല കേട്ടോ. ഞാനത് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറഞ്ഞതാണ്. നോക്കിക്കോ, A2 + 2B gives 2AB. ഇത് ഗ്യാസാണ്, ഇതും ഗ്യാസാണ്, ഇതും ഗ്യാസാണ്.
ഓക്കെ, എൻ്റെ ചോദ്യം ഇതാണ്, നമുക്കിവിടെ ഏത് കൂട്ടണം? പുരോപ്രവർത്തനം അഥവാ ഫോർവേഡ് എന്ത് ചെയ്യണം? കൂട്ടണം. ഫോർവേഡ് എന്ത് ചെയ്യണം? കൂട്ടണം. അതിന് വേണ്ടിയിട്ട് മർദ്ദം, പ്രഷർ നമ്മൾ എന്താ ചെയ്യണ്ടേ? ഞാൻ കൂട്ടണോ കുറക്കണോ? അപ്പോൾ ഇപ്പം നിങ്ങൾ ചോദ്യം വായിക്കുന്ന ആളാണ്, അപ്പം നിങ്ങൾ പുറത്തുള്ള ആളാണ്, അപ്പം നിങ്ങൾ വ്യൂഹത്തിനെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കണം എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. നമ്മൾ എന്ത് ചെയ്യണമെന്ന്, വ്യൂഹം പുരോപ്രവർത്തനം ഫോർവേഡ് കൂട്ടണം. പറ, പുരോപ്രവർത്തനം എന്ത് ചെയ്യണം? കൂട്ടണം. ഫോർവേഡ് കൂട്ടണം. ആരാ കൂട്ടിത്തരണ്ടേ? വ്യൂഹം, സിസ്റ്റം. മാറരുത്, നമുക്ക് ഒരിക്കലും മാറ്റാൻ കഴിയില്ല, വ്യൂഹമാണ് കൂട്ടിത്തരണ്ടേ. അത് കൂട്ടണമെങ്കിൽ വ്യൂഹത്തിനെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കണ്ടേ? അങ്ങനെ ചെയ്യിപ്പിക്കണമെങ്കിൽ മർദ്ദത്തിൽ നമ്മൾ എന്ത് മാറ്റം വരുത്തണം? അപ്പം എൻ്റെ മക്കൾ ആദ്യം എന്താണെന്ന് ആലോചിക്കണ്ടേ? ഈ ക്വസ്റ്റ്യനൊക്കെ അവിടെ നിന്ന് വിടുക. ഓക്കെ, എന്നിട്ടോ ആദ്യം പോയിട്ട് ഇവിടെ എത്ര മോളുണ്ട് രണ്ട് സൈഡിലും, രണ്ട് സൈഡിലും എത്ര മോളുണ്ട് നോക്കിയിട്ട് പുരോപ്രവർത്തനം ഫോർവേഡ് നടക്കുമ്പോൾ മോള് കൂടുകയാണോ കുറയാണോ നോക്കുക. എന്നിട്ട് നമ്മൾ ആൻസറിലോട്ട് വരിക. പറ, ഇവിടെ എത്ര മോളുണ്ട്? ഇത് ഗ്യാസാണ്, ഇതും ഗ്യാസാണ്. ഇത് ഒരു മോൾ, ഇത് രണ്ട് മോൾ. അപ്പോൾ ഇവിടെ മൊത്തം എത്ര മോളുണ്ടടാ? പറ മക്കളെ, മൊത്തം 3 മോളുണ്ട്. 3 മോൾ ഗ്യാസ്. ഇവിടെ ഇത് 2 മോൾ ഗ്യാസാണ്, ഇത് 2 മോൾ. അപ്പോൾ പറ, ഇടത്തുനിന്ന് വലത്തേക്ക്, അതായത് പുരോപ്രവർത്തനം അഥവാ ഫോർവേഡ് നടക്കുമ്പോൾ പറ, മോളെണ്ണം കൂടുകയാണോ കുറയാണോ? പറ, മോളെണ്ണം കുറയാണ്. മക്കൾ ശ്രദ്ധിച്ചോ, മോളെണ്ണം എന്ത് ചെയ്യാണ്? കുറയാണ്. മോളെണ്ണം കുറഞ്ഞാൽ, അപ്പോൾ ശ്രദ്ധിച്ചോ, മോളെണ്ണം എന്ത് ചെയ്യുന്നു? കുറയുന്നു. മോളെണ്ണം കുറയുന്നു. മോളെണ്ണം കുറഞ്ഞാൽ മർദ്ദം, പ്രഷർ എന്ത് ചെയ്യും? കൂടോ കുറയോ? അതും കുറയും. അപ്പോൾ പറ, എൻ്റെ മക്കൾ പറ, വ്യൂഹം എന്തിനാ നടത്തണേ? വ്യൂഹം എന്തിനാ പുരോപ്രവർത്തനം ഫോർവേഡ് നടത്തണേ? വേഗം പറ. മോളെണ്ണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? കുറക്കാൻ. പ്രഷർ, മർദ്ദം കുറക്കാൻ. എപ്പോഴാണ് വ്യൂഹം മർദ്ദം കുറക്കുക? ഞാൻ ആദ്യം എന്ത് കൂട്ടണം? മർദ്ദം കൂട്ടണം. അപ്പം ഞാനിവിടെ എന്ത് ചെയ്യണം? ഞാൻ മർദ്ദം എന്ത് ചെയ്യണടാ? കൂട്ടണം. നമ്മൾ മർദ്ദം എന്ത് ചെയ്യണം? കൂട്ടണം. നമ്മൾ പ്രഷർ കൂട്ടണം. അപ്പോഴാണ് വ്യൂഹം എന്ത് ചെയ്യാൻ നോക്കുക? മർദ്ദം കുറക്കാൻ നോക്കുക. ഓക്കെ, ഇത്രയും നമുക്ക് മർദ്ദത്തിൻ്റെ കാര്യത്തിൽ അറിയേണ്ടുള്ളൂ. അപ്പോൾ മർദ്ദത്തിൻ്റെ കേസിൽ അറിയേണ്ട കാര്യം എന്താ? എവിടെയാണോ മോളെണ്ണം കൂടുതൽ അവിടെ മർദ്ദം കൂടും, എവിടെയാണോ മോളെണ്ണം കുറവ് അവിടെ മർദ്ദം, പ്രഷർ കുറയും. അപ്പം മർദ്ദം കൂട്ടണമെങ്കിൽ പറ, മർദ്ദം കൂട്ടണമെങ്കിൽ മോള് കുറവുള്ളിടത്ത് നിന്ന് എങ്ങോട്ട് നടക്കണം? കൂടുതലുള്ളിടത്തേക്ക് നടക്കണം. മർദ്ദം കുറക്കണമെങ്കിലോ മോള് കൂടുതലുള്ളിടത്ത് നിന്ന് എങ്ങോട്ട് നടക്കണം? കുറവുള്ളിടത്തേക്ക് നടക്കണം. ഓക്കെ, ഇനി പറ ഈ പ്രവർത്തനം കേട്ടോ. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചോ. H2 + I2 റിവേഴ്സിബിൾ 2HI. ഈ പ്രവർത്തനത്തിന് മർദ്ദത്തിന് സ്വാധീനം ഉണ്ടോ ഇല്ലേ ചോദിക്കും. പറ, നിങ്ങൾ പറ, ഉണ്ടോ ഇല്ലേ? ഇല്ല. കാരണം എന്താണെന്ന് അറിയാം, ഇവിടെ നോക്കിക്കോ, ഇത് ഗ്യാസാണ്, ഇതും ഗ്യാസാണ്, ഇതും ഗ്യാസാണ്. ഇത് എത്ര മോളുണ്ട് ഇവിടെ? മൊത്തം ഇതൊരു മോൾ, ഇതൊരു മോൾ. അപ്പോൾ ഇവിടെ മൊത്തം 2 മോള്, ഇത് 2 മോള്. അപ്പോൾ നോക്ക്, അഭികാരങ്ങൾ, റിയാക്റ്റൻ്റ് 2 മോളാണ്, ഉൽപ്പന്നം 2 മോളാണ്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നടന്നാലും മർദ്ദം കൂടില്ല, അവിടുന്ന് ഇങ്ങോട്ട് നടന്നാലും മർദ്ദം കൂടില്ല, കുറയില്ല. അങ്ങനത്തെ കാര്യങ്ങൾ, അങ്ങനത്തെ കേസിൽ എന്തിന് സ്വാധീനമില്ല? മർദ്ദത്തിന് സ്വാധീനമില്ല. അപ്പോൾ പ്രഷറിന് സ്വാധീനം. അപ്പോൾ എൻ്റെ മക്കൾ ആലോചിക്കണം, മർദ്ദത്തിന് എവിടേക്ക് സ്വാധീനം? ഒന്നാമത്തെ കാര്യം, മർദ്ദത്തിന് സ്വാധീനം ഉണ്ടാവുക അത് വാതകങ്ങളായിരിക്കണം. ഗ്യാസ് എഴുതിയില്ലേ? അതായത് അത് വാതക വ്യൂഹമായിരിക്കണം. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? വാതക വ്യൂഹം, ഗേഷ്യസ് സിസ്റ്റം ആയിരിക്കണം. എന്തായിരിക്കണം? ഗേഷ്യസ് സിസ്റ്റം ആയിരിക്കണം. രണ്ടാമത്തെ പോയിന്റ് എന്താടാ? പറ, രണ്ടാമത്തെ പോയിന്റ് എന്താ? രണ്ട് ഭാഗത്തുള്ള മോളെണ്ണം, വാതക മോളെണ്ണം തമ്മിൽ എന്തുണ്ടായിരിക്കണം? വ്യത്യാസം ഉണ്ടായിരിക്കണം. ദർ ഷുഡ് ബി ഡിഫറൻസ് ഇൻ ദ നമ്പർ ഓഫ് ഗേഷ്യസ് മോൾസ് ഓൺ റിയാക്ടൻറ്റ് സൈഡ് ആൻഡ് പ്രൊഡക്റ്റ് സൈഡ്. ഈ രണ്ട് സിറ്റുവേഷൻസ് ഓക്കെ ആണെങ്കിൽ അവിടെ ആർക്ക് സ്വാധീനം ഉണ്ടാവുള്ളൂ? മർദ്ദത്തിന് സ്വാധീനം, എഫക്റ്റ് ഉണ്ടാവുള്ളൂ. അതിൻ്റെ ഒരു ചെയ്ത് നോക്കാനുള്ള ഒരു ടേബിൾ ഇവിടെ തന്നിട്ടുണ്ട്. ഈ ടേബിളും ഒന്ന് പോസ് ചെയ്തിട്ട് എന്ത് ചെയ്ത് നോക്കുക? ചെയ്ത് നോക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? നിങ്ങളോട് ചോദിക്കും അമോണിയ. വീണ്ടും നമ്മൾ അമോണിയയുടെ കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താം കേട്ടോ. അമോണിയ നിർമ്മിക്കുന്ന സമയത്ത് അമോണിയൻ്റെ ഇക്വേഷൻ എന്താ? N2 + 3H2 റിവേഴ്സിബിൾ 2NH3. പറ, ഇത് ഗ്യാസ്, ഇത് ഗ്യാസ്, ഇത് ഗ്യാസ്. നിങ്ങളോട് പറയും, അമോണിയ നിർമ്മിക്കുന്ന സമയത്ത് 200 മുതൽ 300 ATM വരെയുള്ള ഹൈ പ്രഷർ, ഉയർന്ന മർദ്ദം ഉപയോഗിക്കുന്നു. എന്തുകൊണ്ട്? അപ്പോൾ പറ, നമ്മൾ എന്തുകൊണ്ടായിരിക്കും മർദ്ദം ഉപയോഗിക്കുന്നുണ്ടാവുക? നമ്മൾ മർദ്ദം കൂട്ടിയിരിക്കണമെങ്കിൽ ഉറപ്പിച്ചോ വ്യൂഹം എന്ത് ചെയ്യാൻ നോക്കും? മർദ്ദം കുറക്കാൻ നോക്കും. അപ്പോൾ കൂടുതൽ അമോണിയ കിട്ടുന്നല്ലേ അർത്ഥം? ഇവിടെ നോക്കിക്കോ. അപ്പോൾ എങ്ങനെ നമ്മൾ ഉറപ്പിക്കുക? ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും എത്ര ഗ്യാസ് മോൾ ഉണ്ട് നോക്കുക. ഇത് 1 മോള്, ഇത് 3 മോൾ. മൊത്തം ഇവിടെ എത്ര മോളാ? 4 മോള് അല്ലേ? ഇവിടെ എത്ര മോളാ? 2 മോള്. അപ്പോൾ നോക്കിക്കോ, പുരോപ്രവർത്തനം നടക്കുമ്പോൾ ഫോർവേഡ് നടക്കുന്ന സമയത്ത് മോളെണ്ണം എന്ത് ചെയ്യണടാ? കുറയാണ്. മോളെണ്ണം കുറഞ്ഞാൽ അതിനർത്ഥം വ്യൂഹം മർദ്ദം എന്ത് ചെയ്യും? കുറക്കും, പ്രഷർ കുറക്കും. അപ്പോൾ നോക്കാം, വ്യൂഹം പ്രഷർ കുറക്കണം, അതിനർത്ഥം നമ്മൾ ആദ്യം എന്ത് കൂട്ടണം? മർദ്ദം കൂട്ടണം. അപ്പോൾ എന്തിനാണ് നമ്മൾ ആദ്യം മർദ്ദം കൂട്ടി കൊടുക്കണേ? പ്രഷർ കൂട്ടി കൊടുക്കണേ. എന്നാലേ ആര് മർദ്ദം കുറക്കുള്ളൂ? വ്യൂഹം മർദ്ദം കുറക്കുള്ളൂ, സിസ്റ്റം പ്രഷർ കുറക്കുള്ളൂ. അങ്ങനെ കുറക്കണമെങ്കിലാണ് ഇവിടെ എന്ത് ചെയ്യുക? ഇവിടുന്ന് അങ്ങോട്ട് നടക്കുക. അതിനാണ് ഫോർവേഡ് നടക്കണേ. അപ്പോഴേ കൂടുതൽ അമോണിയ കിട്ടുള്ളൂ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഡൺ. അടുത്തത് ടെമ്പറേച്ചർ. ഇത് വളരെ സിമ്പിളാണ്, ശ്രദ്ധിച്ചോ. ടെമ്പറേച്ചറിൻ്റെ കാര്യം വളരെ എളുപ്പമാണ്, പ്രഷറിൻ്റെ പോലെ ഒന്നും കോംപ്ലിക്കേറ്റഡ് അല്ലെന്ന് നോക്കിക്കോട്ടോ. ഞാൻ പറയുകയാണ് A2 + B2 റിവേഴ്സിബിൾ 2AB + ഹീറ്റ്, അല്ലെങ്കിൽ താപം. ഇവിടെ നോക്കിക്കോ,
നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും പുരോപ്രവർത്തനം മാത്രം നോക്കിയാൽ മതി. താപനില ടെമ്പറേച്ചർ തരുന്ന സമയത്ത് നമ്മൾ ഫോർവേഡ് പുരോപ്രവർത്തനം മാത്രം നോക്കിയാൽ അതിൻ്റെ കുട്ടികൾ നോക്കിക്കോ. പുരോപ്രവർത്തനം നോക്കുമ്പോൾ ഇവിടെ ഇതല്ലേ പുരോപ്രവർത്തനം, അതിലെവിടെയാണ് താപം? ഉൽപ്പന്നത്തിൻ്റെ ഭാഗത്താണ്, അഭികാരങ്ങളുടെ ഭാഗത്താണോ ഉൽപ്പന്നത്തിൻ്റെ ഭാഗത്താണോ? പറ. ഇതാണ് അഭികാരകങ്ങൾ. ഇതാണ് ആര്? അഭികാരങ്ങൾ, റിയാക്റ്റൻ്റ്. ഇതാണ് ആര്? ഉൽപ്പന്നം, പ്രൊഡക്റ്റ്. അത് പറ. പുരോപ്രവർത്തനത്തിൽ എവിടെയാണ് താപം? പറ. അഭികാരങ്ങളുടെ ഭാഗത്താണോ ഉൽപ്പന്നത്തിൻ്റെ ഭാഗത്താണോ? യെസ്, ഉൽപ്പന്നത്തിൻ്റെ ഭാഗത്താണ്. ആണല്ലോ, അതിൽ ഡൗട്ടില്ലല്ലോ. ഇനി പറ. ഒരു പ്രവർത്തനം നടക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്നതാണ് അഭികാരങ്ങൾ, റിയാക്റ്റൻ്റ്. നടന്ന് കഴിയുമ്പോൾ കിട്ടുന്നതാണ് ഉൽപ്പന്നം അഥവാ പ്രൊഡക്റ്റ്. അപ്പോൾ ഇവിടെ താപം നമ്മൾ വലിച്ചെടുത്തിക്കാണോ പുറത്ത് വിട്ടിക്കാണോ? യെസ്, താപം പുറത്ത് വിട്ടിക്കാണ്. താപം എന്ത് ചെയ്തു? ലിബറേറ്റ് ചെയ്തു. ഹീറ്റ് എന്ത് ചെയ്തു? ലിബറേറ്റ് ചെയ്തു. അങ്ങനെ ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്ന റിയാക്ഷൻസ് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? എക്സോതെർമിക് റിയാക്ഷൻ അല്ലെങ്കിൽ താപമോചക പ്രവർത്തനം. അപ്പോൾ ഈ പ്രവർത്തനം ഒരു താപമോചക പ്രവർത്തനം അല്ലേ? ഏത് പ്രവർത്തനം? പുരോപ്രവർത്തനം. പുരോപ്രവർത്തനം എന്താണ്? താപമോചകമാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഉറപ്പിച്ചോ, പശ്ചാത് പ്രവർത്തനം എന്തായിരിക്കും? താപാകിരണം. കാരണം നോക്ക്, പുരോപ്രവർത്തനം നോക്കുമ്പോൾ എവിടെയാണ് താപം? ഉൽപ്പന്നത്തിൻ്റെ കൂട്ടത്തിൽ അല്ലേ? ഇനി ഇതിൻ്റെ പശ്ചാത്തലപ്രവർത്തനം നോക്കുമ്പോൾ അവിടുന്ന് ഇങ്ങോട്ടല്ലേ നോക്കണ്ടേ? അപ്പോൾ ഇതാണ് നമ്മളെ കയ്യിലുള്ളത്, അവിടുന്ന് ഇതാണ് നമുക്ക് എന്ത് ചെയ്യുക? കിട്ടുക. അപ്പം നമ്മളെ കയ്യിൽ ആദ്യം തന്നെ എന്തുണ്ട്? താപമുണ്ട്. അപ്പോൾ നമ്മൾ താപം വലിച്ചെടുക്കുകയാണ്. താപം വലിച്ചെടുക്കുകയാണെങ്കിൽ അഥവാ താപം അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ, ഹീറ്റ് അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ അത് ഏതാണ്? എൻഡോതെർമിക് പ്രോസസ്സാണ്, താപ ആകിരണ പ്രക്രിയയാണ്. അപ്പോൾ രണ്ട് തലക്കൊന്നും നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എൻ്റെ കുട്ടികളെ എപ്പോഴും എന്ത് മാത്രം നോക്കിയാൽ മതി? പറ. പുരോപ്രവർത്തനം മാത്രം നോക്കിയാൽ മതി. പുരോപ്രവർത്തനത്തിൽ എവിടെയാണ് എന്ത് നോക്കുക? താപം നോക്കുക. ഒന്നുകൂടെ ശ്രദ്ധിച്ചോ. പുരോപ്രവർത്തനത്തിൽ എവിടെയാണ് താപം നോക്കുക? ഓക്കെ, ഇപ്പോൾ പറ. ഇപ്പോൾ പുരോപ്രവർത്തനം നോക്കുമ്പോൾ ഇത് അഭികാരങ്ങൾ, റിയാക്ടൻ്റ്, ഇതെന്താ? ഉൽപ്പന്നം. ഉൽപ്പന്നങ്ങളുടെ ഭാഗത്ത് താപം ഉണ്ടെങ്കിൽ, ഹീറ്റ് ഉണ്ടെങ്കിൽ അതിനർത്ഥം പ്രവർത്തനം നടന്നപ്പോൾ ഹീറ്റ് പുറത്തു വിട്ടു, ലിബറേറ്റ് ചെയ്തു, താപം പുറത്തു വിട്ടു എന്നാണ്. താപം പുറത്തു വിടുന്നുണ്ടെങ്കിൽ അതെന്ത് പ്രവർത്തനമാണ്? എക്സോ തെർമിക് പ്രവർത്തനമാണ്. ആര്? ഫോർവേഡ് റിയാക്ഷൻ. ഇവിടുന്ന് അങ്ങോട്ട് നടക്കുന്ന ഫോർവേഡ് പുരോപ്രവർത്തനം എന്താണ്? എക്സോ തെർമിക്ക അഥവാ താപമോചകമാണ്. അപ്പോൾ ഇങ്ങോട്ട് നടക്കുന്നത് എന്തായിരിക്കും? നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇതൊക്കെ അല്ലേ? ഇനി ആകെ 2 പോയിൻ്റ് ഉള്ളൂ. നമ്മൾ ആവശ്യം എന്താണ്? പുരോപ്രവർത്തനം, ഫോർവേഡ് റിയാക്ഷൻ കൂട്ടലല്ലേ? അതിന് നോക്കിക്കോ. നിങ്ങൾ നോക്കിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി പുരോപ്രവർത്തനം അഥവാ ഫോർവേഡ് റിയാക്ഷൻ ഒരു താപമോചക പ്രവർത്തനം അഥവാ എക്സോ തെർമിക് ആണെന്ന് മനസ്സിലായി. എവിടെ പോലെ? ഇവിടെ ഉള്ളത് പോലെ. നിങ്ങൾ നോക്കിക്കോ. എന്തുകൊണ്ടാണ് അത് എക്സോ തെർമിക്? ആ സിസ്റ്റത്തിന് വ്യൂഹം താപം ആവശ്യമില്ല എന്ന് വിചാരിച്ചാൽ മതി. അതുകൊണ്ടാണ് ഉള്ള താപം കൂടി അത് പുറത്ത് വിടുന്നത്. അപ്പോൾ അവിടെ പ്രവർത്തനം നടക്കണമെങ്കിൽ നമ്മൾ അതിൻ്റെ താപം കൂട്ടി കൊടുക്കണോ, ഉള്ളത് നമ്മൾ കുറച്ച് കൊടുക്കണോ? വെരി ഗുഡ്. നമ്മൾ എന്ത് ചെയ്യണം? കുറക്കണം. കാരണം അതിനെ താപം ആവശ്യമില്ല, ഇല്ലാത്തതുകൊണ്ടാണ് അതിലുള്ളതും കൂടി പുറത്ത് കളയുന്നത്. അപ്പോൾ പിന്നെയും നമ്മൾ താപം കൂട്ടി കൊടുത്ത. ഇപ്പം ഇവിടെ നോക്കിക്കോ, എനിക്ക് പനിയാണ്, പനിക്കണ എൻ്റെ മേലെ പിന്നെയും ചൂട് വന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. എനിക്ക് ചൂട് ആവശ്യമില്ലാത്തതുകൊണ്ട് എൻ്റെ ചൂട് ഞാൻ പുറത്ത് വിട്ടുകൊണ്ടിരിക്കണേ പനിൻ്റെ രൂപത്തിൽ. അപ്പം ഇന്നെ തണുപ്പിക്കാനല്ലേ നോക്കണ്ടേ? അതുകൊണ്ട് എൻ്റെ മേലെ തണുത്ത വെള്ളം ആക്കേണ്ടത് അല്ലേ? അല്ലാണ്ട് ചൂടുവെള്ളം ആക്കിയിട്ട് കാര്യമില്ലല്ലോ. അതേപോലെ ഈ വ്യൂഹത്തിന്, സിസ്റ്റത്തിന് ഇപ്പം എന്താ ആവശ്യമില്ല? താപം, ഹീറ്റ് ആവശ്യമില്ല. അതുകൊണ്ടാണ് അത് പുറത്ത് വിടുന്നത്. അതുകൊണ്ടാണ് അത് താപമോചകം, എക്സോ തെർമിക് ആയത്. അപ്പം അത് കൂട്ടാനുള്ള വഴി എന്താ? എൻ്റെ മക്കൾ പറ. അത് കൂട്ടാനുള്ള വഴി വെരി ഗുഡ്. യെസ്. എന്താണ്? നമ്മൾ എന്ത് കുറക്കണടാ? താപനില, ടെമ്പറേച്ചർ എന്ത് ചെയ്യണം? കുറക്കണം. മക്കൾ ശ്രദ്ധിച്ചോ. താപനില, ടെമ്പറേച്ചർ എന്ത് ചെയ്യണം? കുറക്കണം. ഓക്കെ. അപ്പം നമ്മൾ നോക്കേണ്ട കാര്യത്രേ ഉള്ളൂ. നമുക്ക് തന്നതിൽ പുരോപ്രവർത്തനം, ഫോർവേഡ് റിയാക്ഷൻ താപമോചകമാണോ താപാകിരണമാണോ നോക്കുക. താപമോചകമാണെന്ന് എങ്ങനെ മനസ്സിലാവും? ഉൽപ്പന്നത്തിൻ്റെ കൂടെ താപം ഉണ്ടെങ്കിൽ. അപ്പോൾ ഇവിടെ ഉൽപ്പന്നത്തിൻ്റെ കൂടെ, പ്രൊഡക്റ്റിൻ്റെ കൂടെ താപം, ഹീറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് മനസ്സിലായി ഇത് എക്സോ തെർമിക്കാണ്, താപമോചകമാണ്. എന്തുകൊണ്ട് താപമോചകം? താപം പുറത്ത് വിടാനാണ് നോക്കണേ. താപം പുറത്ത് വിടുന്നുണ്ടെങ്കിൽ പിന്നെയും നമ്മൾ അവിടെ താപനില കൂട്ടി കൊടുക്കരുത്. താപനില എന്ത് ചെയ്യണം? കുറക്കണം, ടെമ്പറേച്ചർ കുറക്കണം. അപ്പോൾ എക്സോ തെർമിക്ക് കൂട്ടാനുള്ള വഴി എന്താ? നമ്മൾ താപനില കുറക്കുക, ടെമ്പറേച്ചർ കുറക്കുക. ഇനി നേരെ തിരിച്ച് നോക്കിയേ. ഞാൻ ഇതേ സാധനത്തെ എന്ത് ചെയ്യാണ്? തിരിച്ച് ചെയ്താണ്. നോക്കിക്കോട്ടോ. നോക്കിക്കോ. ഇതിപ്പോൾ കഴിയേ. ഇതും കൂടെ ഉള്ളൂ ഇതിൽ. എൻ്റെ കയ്യിൽ AB ഉണ്ട്. അത് പൊട്ടിയിട്ട് എന്തായി മാറാണ്? A2ഉം B2 ആവുകയാണ്. അപ്പോൾ ഇവിടെ പ്ലസ് എന്ത് വേണം? താപം വേണം. അപ്പോൾ പറ. അപ്പോൾ ഇതിൻ്റെ പുരോപ്രവർത്തനം ഇതല്ലേ? ഇതിൻ്റെ പുരോപ്രവർത്തനം ഇതാണ് ഫോർവേഡ് അഥവാ പുരോപ്രവർത്തനം. പറ. പുരോപ്രവർത്തനം അഥവാ ഫോർവേഡ് ഇവിടെ നോക്കുമ്പോൾ, ഇതിൽ നോക്കുന്ന സമയത്ത് ഇവിടെ എവിടെയാണ് താപം? അഭികാരങ്ങളുടെ കൂടെയാണോ ഉൽപ്പന്നത്തിൻ്റെ കൂടെയാണോ? അഭികാരങ്ങളുടെ കൂടെ അഥവാ റിയാക്റ്റൻ്റെ കൂടെ. റിയാക്റ്റൻ്റെ കൂടെ താപം ഉണ്ടെങ്കിൽ അത് താപം വലിച്ചെടുക്കുകയാണ്, ആകിരണം ചെയ്യണം. അപ്പോൾ ഇത് എന്ത് പ്രവർത്തനമാണ് മനസ്സിലായി? താപാകിരണമാണ് അഥവാ എന്താണ്? എൻഡോതെർമിക് ആണെന്ന് മനസ്സിലായി. ഇനി എൻ്റെ മക്കൾ പറ. അപ്പോൾ എനിക്ക് ഈ പുരോപ്രവർത്തനം ഇവിടെ ഫോർവേഡ് നടക്കുമ്പോൾ താപം വലിച്ചെടുക്കണം. അതായത് ആ വ്യൂഹത്തിന്, സിസ്റ്റത്തിന് എന്താ ആവശ്യമുണ്ട്? താപം, ഹീറ്റ് ആവശ്യമല്ലേ? അപ്പോൾ ഞാൻ അവിടെ താപം കുറക്കണോ വേണ്ടല്ല, ഞാൻ മാക്സിമം താപം കൊടുക്കണം. അതായത് ഞാനിത് കൂട്ടാൻ വേണ്ടിയിട്ട് എന്ത് കൂട്ടണം? താപനില അഥവാ ടെമ്പറേച്ചർ എന്ത് ചെയ്യണം? കൂട്ടണം. അപ്പോൾ എത്ര ഉള്ളൂ? പുരോപ്രവർത്തനം, ഫോർവേഡ് റിയാക്ഷൻ, താപാകിരണം, എൻഡോതെർമിക് ആണെന്ന് മനസ്സിലാവും. എങ്ങനെ മനസ്സിലാവുക? അഭികാരങ്ങൾ, റിയാക്ടൻ്റെ സൈഡിൽ താപം ഉണ്ടെങ്കിൽ മനസ്സിലാവും. അങ്ങനെ ഞാൻ അവിടെ എന്ത് കൂട്ടി കൊടുക്കണം എന്ന് മനസ്സിലാക്കുക? താപനില കൂട്ടി കൊടുക്കണം. ഓക്കെ, ടെമ്പറേച്ചർ കൂട്ടണം. അതല്ല പുരോപ്രവർത്തനം, ഫോർവേഡ് റിയാക്ഷൻ, താപമോചകം,
എക്സോതെർമിക് ആണെങ്കിൽ അതിന് താപം ആവശ്യമില്ല. അപ്പോൾ ഞാനത് കൂട്ടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, താപനില ടെമ്പറേച്ചർ എന്ത് ചെയ്യണം, കുറക്കണം. ഇനി അമോണിയൻ്റെ കേസ് പറഞ്ഞിട്ട് നിർത്താം. എല്ലാതും അമോണിയ വെച്ചിട്ടാണ് പറയുന്നത് കേട്ടോ, നോക്കൂ. എൻ്റെ മക്കൾ ശ്രദ്ധിച്ചിട്ട് നോക്കിയിട്ട് ഞാൻ ചോദിക്കുമ്പോൾ പോസ് ചെയ്തിട്ട് ആൻസർ പറഞ്ഞ് ശരിയാണോ നോക്കണം കേട്ടോ. 2NH3 പ്ലസ് താപം. എൻ്റെ ചോദ്യം ഇതാണ്, ഇവിടെ അമോണിയൻ്റെ ഉൽപ്പാദനം അഥവാ അമോണിയൻ്റെ എന്ത് കൂട്ടണം, പ്രൊഡക്ഷൻ കൂട്ടണം. അങ്ങനെയാണെങ്കിൽ ഞാൻ അതിന് വേണ്ടിയിട്ട് താപനില അഥവാ ടെമ്പറേച്ചർ കൂട്ടണോ ഓർ കുറക്കണോ? ഇതാണ് എൻ്റെ ചോദ്യം. എന്താണ് ചോദ്യം? അമോണിയ അഥവാ അമോണിയൻ്റെ ഉൽപ്പാദനം പ്രൊഡക്ഷൻ കൂട്ടാൻ ഞാൻ താപനില കൂട്ടണോ കുറക്കണോ? ആലോചിച്ചിട്ട് 2 മിനിറ്റ് അത് പോസ് ചെയ്തിട്ട് ആലോചിച്ചിട്ട് ആൻസർ പറയാം. ഞാൻ പറയാൻ പോവാണ്, നിങ്ങൾ പോസ് ചെയ്തിട്ട് കിട്ടിയത് ഉത്തരം ശരിയാണോ നോക്കുക. അപ്പോൾ നിങ്ങൾ എന്താ നോക്കണ്ടേ? അമോണിയ കൂടണമെങ്കിൽ കൂടുതൽ അമോണിയ ഉണ്ടാവണം. അതായത് ഇവിടെ ഏതിൻ്റെ അളവ് കൂടണം? പുരോപ്രവർത്തനത്തിൻ്റെ അളവ് എന്ത് ചെയ്യണം, അഥവാ ഫോർവേഡിൻ്റെ റേറ്റ് എന്ത് ചെയ്യണം, കൂട്ടണം വേണ്ടേ? അപ്പോൾ നമ്മൾ നോക്കുക, ഫോർവേഡ് കൂട്ടണമെങ്കിൽ ഫോർവേഡിൽ പുരോപ്രവർത്തനത്തിൽ എവിടെയാണ് താപം? അഭികാരങ്ങളുടെ ഭാഗത്താണോ ഉൽപ്പന്നത്തിൻ്റെ ഭാഗത്താണോ? പറ. ഇതാണ് അഭികാരകം, റിയാക്റ്റൻ്റെ സൈഡ്. ഇതാണ് എന്ത്? ഉൽപ്പന്നം, പ്രൊഡക്റ്റ് സൈഡ്. ഇവിടെ എവിടെയാണ് താപം? പ്രൊഡക്റ്റ് സൈഡ്. ഉൽപ്പന്നത്തിൻ്റെ കൂടെയാണ് എന്ത്? താപം. ഉൽപ്പന്നത്തിൻ്റെ കൂടെ താപം ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലായടാ ഇവിടുത്തെ പുരോപ്രവർത്തനം ഫോർവേഡ് റിയാക്ഷൻ എന്താണ്? ഉൽപ്പന്നത്തിൻ്റെ കൂടെ താപം ഉണ്ടെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ കൂടെ താപം ഉണ്ടെങ്കിൽ അത് എന്താണ് പറ? എക്സോതെർമിക് ആണ് അഥവാ താപമോചകമാണ്. പറ. താപമോചകം കൂട്ടാനുള്ള വഴി എന്താ? ഞാൻ പഠിപ്പിച്ചു. താപനില കൂട്ടണോ കുറക്കണോ? യെസ്, വെരി ഗുഡ്. പലർക്കും കിട്ടിയിട്ടുണ്ടാവും ആൻസർ. ടെമ്പറേച്ചർ എന്ത് ചെയ്യണം? കുറക്കണം. താപനില എന്ത് ചെയ്യണം? കുറക്കണം. ഇതാണ് ഉത്തരം. ഇനി ഒരു കാര്യമുണ്ട്. അപ്പോൾ താപനില കുറക്കുന്തോറും അമോണിയ കൂടുതൽ ഉണ്ടാവുന്നല്ലേ നമ്മൾ വിചാരിക്കണേ. പക്ഷേ തെറ്റാണ്. ഒരു പരിധിൻ്റെ അപ്പുറം എന്ത് കുറക്കാൻ പാടില്ല? താപനില കുറക്കാൻ പാടില്ല. ഒരു പരിധിൻ്റെ അപ്പുറം താപനില കുറച്ച് എന്താ സംഭവിക്കുക അറിയോ? ഇവിടെ എങ്ങനെ അമോണിയ ഉണ്ടാവും? എൻ്റെ മക്കൾ ശ്രദ്ധിച്ചോ. ഈ നൈട്രജനും ഹൈഡ്രജനും പരസ്പരം കൂട്ടിമുട്ടുമ്പോഴാണ് അത് എന്തായി മാറുക? അമോണിയ ആയിട്ട് മാറുക. അങ്ങനെ കൂട്ടിമുട്ടണമെങ്കിൽ ഇവർക്ക് ഒരു എന്ത് വേണം? മിനിമം എനർജി, ഒരു ഏറ്റവും കുറഞ്ഞൊരു ഊർജ്ജം വേണം. ആ ഊർജ്ജത്തിന് വിളിക്കുന്ന പേരാണ് എന്ത്? ത്രെഷോൾഡ് എനർജി. എന്താ വിളിക്കുക? ത്രെഷോൾഡ് എനർജി. അപ്പോൾ താപനില വല്ലാതെ കുറച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ എന്ത് കുറയും? ഊർജ്ജം, ഗതികോർജ്ജം, കൈനറ്റിക് എനർജി എന്ത് ചെയ്യും? കുറയും. അപ്പോൾ ഇവർ കൂട്ടിമുട്ടും. വേണം വേണ്ട വെച്ചിട്ട് ഇങ്ങനെ എന്ത് ചെയ്യും? കൂട്ടിമുട്ടും. പക്ഷെ അങ്ങനെ കൂട്ടിമുട്ടിയിട്ട് കാര്യം ഉണ്ടാവും? നല്ല സ്പീഡിൽ വന്ന് ഇടിച്ചാലേ ചെറിയ ചോര വരുള്ളൂ. അതേപോലെ അമോണിയ ഉണ്ടാവുള്ളൂ. ഓക്കെ. അപ്പോൾ അങ്ങനെ അമോണിയ ഉണ്ടാവണമെങ്കിൽ ഈ നൈട്രജനും ഹൈഡ്രജനും നന്നായിട്ട് കൂട്ടിമുട്ടാൻ പറ്റണം. അങ്ങനെ കൂട്ടിമുട്ടണമെങ്കിൽ ഇവർക്ക് ഒരു മിനിമം കൈനറ്റിക് എനർജി, ഒരു കുറഞ്ഞ ഗതികോർജ്ജമാണ്. ആ ഗതികോർജ്ജത്തെ വിളിക്കുന്ന പേരാണ് ത്രെഷോൾഡ് എനർജി അഥവാ അതിന് മലയാളത്തിൽ ഇംഗ്ലീഷിലൊക്കെ ത്രെഷോൾഡ് എനർജി തന്നെയാണ് കേട്ടോ. ത്രെഷോൾഡ് എനർജി വേണം. ഓക്കെ. അതുണ്ടെങ്കിലേ അവർക്ക് നന്നായി ഫലവത്തായി കൂട്ടിമുട്ടല്ല, എഫക്റ്റീവായിട്ട് കൊളൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ കൊളൈഡ് ചെയ്താലേ അമോണിയ ഉണ്ടാവുള്ളൂ, ഉൽപ്പന്നം ഉണ്ടാവുള്ളൂ. അപ്പോൾ താപനില ഒരു പരിധിക്ക് അപ്പുറം കുറച്ചെന്താ സംഭവിക്കുക? താപനില കുറച്ചാൽ എല്ലാവരുടെയും ഊർജ്ജം കുറയും, ഗതികോർജ്ജം കുറയും. അപ്പോൾ കുറേ ആൾക്കാർക്ക് എന്ത് നഷ്ടപ്പെടും? ത്രെഷോൾഡ് എനർജി നഷ്ടപ്പെടും. അപ്പോൾ കൂട്ടിമുട്ടുണ്ടോ വെച്ചാൽ കൂട്ടിമുട്ടുണ്ട്, വേണം വേണ്ട വെച്ചാൽ കൂട്ടിമുട്ടും. പക്ഷെ അതുകൊണ്ട് ഉൽപ്പന്നം ഉണ്ടാവില്ല. ഉൽപ്പന്നം ഉണ്ടാവണമെങ്കിൽ ഒന്നായിട്ട് വന്നിട്ട് എന്ത് ചെയ്യണോ? ഇടിക്കണം. ഓക്കെ. അങ്ങനെ ഇടിക്കണമെങ്കിൽ താപനില നമ്മളൊരു പരിധിൻ്റെ അപ്പുറം എന്ത് ചെയ്യാൻ പാടില്ല? കുറക്കാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അമോണിയ നിർമ്മിക്കുമ്പോൾ നോട്ട് പോയിന്റ് വെരി ഇമ്പോർട്ടൻറ്റ്. അമോണിയ നിർമ്മിക്കുമ്പോൾ അവിടുത്തെ താപനില 450 ഡിഗ്രി സെൽഷ്യസ് ആണ്, അഥവാ 723 കെൽവിനാണ്. ഇതൊരു ചെറിയ താപനിലയാണോ വലിയ താപനിലയാണോ? വലുതാണ്. ശരിക്കും ഇവിടെ താപനില കുറക്കണം എന്നാണ് പഠിച്ചത്. പക്ഷെ താപനില ഒരു പരിധിൻ്റെ അപ്പുറം കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? താപനില ഒരു പരിധിൻ്റെ അപ്പുറം, ടെമ്പറേച്ചർ ഒരു പരിധിക്ക് അപ്പുറം കുറച്ചാൽ ഒരുപാട് തന്മാത്രകളുടെ ഗതികോർജ്ജം, കൈനറ്റിക് എനർജി കുറയും. മോളിക്യൂൾസിൻ്റെ കൈനറ്റിക് എനർജി കുറയും. അപ്പോൾ കൈനറ്റിക് എനർജി കുറയുമ്പോൾ കുറേ ആൾക്കാർക്ക് ആ കൊളീഷൻ നടത്താൻ വേണ്ട എനർജി, ഊർജ്ജത്തിൻ്റെ പേരെന്താ? ത്രെഷോൾഡ് എനർജി. ആ ത്രെഷോൾഡ് എനർജി നഷ്ടപ്പെടും. അപ്പോൾ അവർക്ക് വേണ്ട രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? കൂട്ടിമുട്ടാൻ പറ്റില്ല. അങ്ങനെ കൂട്ടിമുട്ടാൻ പറ്റാതായി കഴിഞ്ഞാൽ അവിടെ ഉൽപ്പന്നത്തിൻ്റെ അളവ് എന്ത് ചെയ്യും? കൂടുന്നതിന് പകരം കുറയും. വെളുക്കാൻ തേച്ചത് എന്താവും? പാണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ ആലോചിക്കാനുള്ളത്. ഇതോടുകൂടി നമ്മുടെ 7th ചാപ്റ്റർ എന്ത് ചെയ്തിരിക്കുന്നു? അവസാനിച്ചിരിക്കുന്നു. ഓക്കെ. അറ്റ്ലീസ്റ്റ് ഞാൻ ഓൾറെഡി എന്ത് ചെയ്തു? പറഞ്ഞു. സോ ഇത് കണ്ടിട്ട് വേണം എൻ്റെ മക്കൾ റിവിഷൻ ക്ലാസ്സിന് വരാൻ. ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മളവിടെ ചെയ്യുമ്പോൾ ഇത് പക്കയായിട്ട് മാറും. ഓക്കെ. താങ്ക് യു.